ഈ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക്, അവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ലോകാവസാനത്തിന് മുമ്പ് ഒരുക്കി വെക്കാൻ എനിക്ക് കഴിയണം എന്ന ഒരു ചിന്ത നമ്മൾക്കുണ്ടാവുക എന്നതാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചത്, മത്തസ്സാഅതു യാ റസൂലല്ലാഹ്, നബിയേ എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക? അല്ലാഹുവിന്റെ ഹബീബ് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളല്ല ആ അഅറാബിയോട് പറഞ്ഞു കൊടുത്തത്. വമാ അഅദത ലിസ്സാഅ, നാളെ ഖിയാമത്ത് നാൾ സംഭവിച്ചു എന്നറിഞ്ഞാൽ നീ എന്താണ് ലോകാവസാനത്തിന് വേണ്ടി ഒരുക്കി വെച്ചത്? നാളെ ഖിയാമത്ത് നാൾ ആണെന്നറിഞ്ഞാൽ എന്താണ് നീ ലോകാവസാനത്തിന് വേണ്ടി ഒരുക്കി വെച്ചത്? പാരത്രിക ലോകത്തേക്ക് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചത് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ചോദിച്ചത്. അപ്പൊ രണ്ടാമത്തെ വിഷയം, ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ നമ്മൾ ഓരോന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ അവസാനത്തെ കുതിപ്പാണ്. ഇനിയൊരു വലിയൊരു അവസാനം ഇതിന് വരാനുണ്ട്. അങ്ങനെ ഒരു അവസാനം വരുമ്പോ ഞാൻ എന്തെങ്കിലും പാരത്രിക ലോകത്തേക്ക് വേണ്ടി മാറ്റിവെക്കണം എന്ന ഒരു ചിന്ത നമ്മൾക്കുണ്ടാവലാണ്. പിന്നെ മൂന്നാമതായി, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ പറയുമ്പോൾ, ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ പറയുമ്പോൾ അതിൽ ഹറാമായ കാര്യങ്ങൾ ഉണ്ടാകും, സുന്നത്തായ കാര്യങ്ങൾ ഉണ്ടാകും, ഹലാലായ കാര്യങ്ങൾ ഉണ്ടാകും. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളൊക്കെ ഹറാമൊന്നുമില്ല, ഹലാലുണ്ടാവും, സുന്നത്തുണ്ടാവും. അനുവദനീയമായ കാര്യങ്ങൾ, പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ. ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ ഇത് ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ അപ്പൊ ലോകാവസാനം ഒന്നും കൂടി അതിന്റെ സമയം അകന്നുപോകും. ഏതായാലും ലോകാവസാനം സംഭവിക്കുകയാണ്, അതിന്റെ അടയാളങ്ങളല്ലേ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മളും അത് ആവർത്തിക്കാൻ തുടങ്ങിയാൽ അതിന്റെ ഡേറ്റ് വേഗത്തിലാവും. നേരെ മറിച്ച് അതിന്റെ കാരണങ്ങളൊക്കെ കാണുമ്പോൾ ആ കാരണങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യാനും അത്തരം കാരണങ്ങളെ തടുക്കാനും തെറ്റാണെങ്കിൽ തിരുത്താനും തയ്യാറായാൽ അതിന്റെ കാലതാമസം ഉണ്ടാവും. എല്ലാം രോഗങ്ങൾ തന്നെയല്ലേ. ഏതായാലും ഷുഗർ 400-500 ആണ്. ഇനിയിപ്പോ ഇത് മരുന്ന് കുടിച്ചിട്ടൊന്നും പോവില്ല, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തിട്ടൊന്നും പോവില്ല. അതുകൊണ്ട് ഇനിയിപ്പോ ഏതായാലും ജീവിക്കുന്ന കാലത്തോളം നന്നായി തിന്നെ, കണ്ട ജിലേബിയും ലഡു, പേട, പഞ്ചസാര, ചായ, അരി ഇത് അടിച്ച് തിന്നെ, എന്നൊരു ഗുളിക കുടിക്കുക, കൂടിയാ വേണ്ട 2 ഗുളിക കുടിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ പെട്ടെന്ന് തീർന്നു, അറ്റാക്ക് വന്ന് കിഡ്നി ഫെയിലായി പെട്ടെന്ന് തീർന്നു അവര്. നേരെ മറിച്ച് അവര് ഫുഡ് കൺട്രോൾ ചെയ്തു, എന്താണ് എൻ്റെ ശരീരത്തിലേക്ക് ഈ ഡയാബറ്റിസ്, ഈ ഷുഗർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണെന്ന് പഠിച്ച് അത് പതുക്കെ പതുക്കെ മാറ്റിയാൽ അയാൾക്ക് ഇങ്ങനെ പതുക്കെ കുറച്ച് ആയുസ് നീട്ടിക്കിട്ടും. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് അടയാളങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് എണ്ണി തന്നത്. ലോകാവസാനം അടുത്തു എന്നറിഞ്ഞാൽ ആ വീട് കെട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ വീടിന്റെ പണി പൂർത്തീകരിക്കണ്ടേ? ഉദാഹരണം പറഞ്ഞാൽ മഹദി ഇമാം പുറപ്പെട്ടു എന്ന്, ദജ്ജാൽ പുറപ്പെട്ടു എന്ന വാർത്ത കേട്ടാൽ, എവിടെ നമ്മൾ ഓപ്പറേറ്റർ ഇവിടെ കുറച്ച് അങ്ങോട്ടേക്ക് വെച്ച ഈ 2 ബോക്സ് ഓപ്പറേറ്റർ അല്ലേ, ഇത് കുറച്ചങ്ങോട്ടേക്ക്, ഇത് കുറച്ചങ്ങോട്ടേക്ക്. ദജ്ജാൽ പുറപ്പെട്ടു എന്ന വാർത്ത കേട്ടാൽ, അതേപോലെ മഹദി ഇമാം പുറപ്പെട്ടു എന്ന വാർത്ത കേട്ടാൽ ഇങ്ങോട്ട് തിരിച്ചു. അങ്ങനെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വീടെടുക്കുന്ന ആളുകളിന് വീടൊന്നും എടുക്കാതെ ദജ്ജാൽ വന്നില്ലേ, ഇനി എന്തിനാ വീട്? പൗരത്വം ചോദ്യം ചെയ്യപ്പെടാണല്ലോ, ഇനി എന്തിനാ വീട്, ബിസിനസ് ഒക്കെ? അങ്ങനൊന്നും ചിന്തിക്കാൻ പാടില്ലെന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ലോകാവസാനം ഇന്നാണെന്നോ നാളെയാണെന്നോ നിങ്ങൾക്കറിഞ്ഞു. നിങ്ങളുടെ കയ്യിലൊരു ചെടിയുണ്ടെങ്കിൽ ആ ചെടിയെ നിങ്ങൾ നട്ടു വളർത്തണമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ചെടിയെ നട്ടു വളർത്തണം.
നാളെ ഖിയാമത്ത് നാളാണെന്നറിഞ്ഞാൽ ഇന്ന് ചെടി നട്ടിട്ട് എന്താ കാര്യം? നിങ്ങളുടെ കയ്യിലൊരു മൂച്ചുണ്ട്, ഒരു മാവ്, ചെറിയൊരു മാവ്. ആ മാവിന്റെ ചെടി നാളെ ഖിയാമത്ത് നാളാണെന്ന് ഉറപ്പാണ്. അഥവാ ലോകാവസാനത്തിന്റെ അവസാനത്തെ അടയാളങ്ങളിൽപ്പെട്ട കഅബയടക്കം പൊളിക്കപ്പെട്ടു. അപ്പൊ നാളെ മറ്റന്നാളെ ഖിയാമത്ത് നടക്കുക. ഈ മൂച്ചക്കാണെങ്കിൽ വലുതായി 2-3 വർഷം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മാങ്ങിട്ടുള്ളൂ. 2-3 ചിലപ്പോൾ 10 വർഷം ഒഴിക്കും. അപ്പൊ ഒരാൾ ചിന്തിക്കുകയാണ്, എന്തിനിപ്പോ നാളെ ഖിയാമത്ത് നാൾ എടുക്കുകയാണെങ്കിൽ എന്തിനാണ് ഈ ചെടി ഞാൻ നടേണ്ട ആവശ്യം? അത് ഒഴിവാക്കാം, വേണ്ട, നിങ്ങൾ നടണം. നാളെ ലോകാവസാനമാണെന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണ്ട? നിങ്ങളുടെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ ജോലിയും നിർത്തിവെക്കണ്ട. അത് അതിന്റെ ടൈമിൽ നടന്നോളൂ. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരുങ്ങുക. ലോകാവസാനം സംഭവിക്കുമ്പോൾ അതിലേക്ക് ഒരുങ്ങാനാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കണം, തഖ്വയുള്ളവരാവണം. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അളീം, ഈ പ്രകമ്പനം എന്ന് പറഞ്ഞാൽ, ലോകാവസാനത്തിന്റെ പ്രകമ്പനം എന്ന് പറഞ്ഞാൽ ശൈഉൻ അളീം, അത് വല്ലാത്ത പ്രകമ്പനമാണ്. ലോകാവസാനത്തിന്റെ പ്രകമ്പനം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത പ്രകമ്പനമാണത്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്, ആ പ്രകമ്പനം നിങ്ങൾ സാക്ഷിയാവേണ്ടി വന്നാൽ, ആ പ്രകമ്പനത്തിന് നിങ്ങൾ സാക്ഷിയാവേണ്ടി വന്നാൽ, തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്, മുലപ്പാല് കൊടുക്കുന്ന ഉമ്മമാർ സ്വന്തം കുഞ്ഞുങ്ങളെ അവഗണിക്കുമെന്നാ പറഞ്ഞത്. മുലപ്പാല് കൊടുക്കുന്ന ഉമ്മമാർ സ്വന്തം കുഞ്ഞുങ്ങളെ അവഗണിക്കുന്ന ഇത്. പക്ഷെ ഇന്നത്തെ ഉമ്മമാർക്ക് ഇതൊന്നും വലിയ അത്ഭുതം ഉണ്ടാവൂല, അല്ലേ? ഇന്നത്തെ ഉമ്മമാർക്ക് ഇതൊന്നും വലിയ അത്ഭുതം ഉണ്ടാവൂല. മുലപ്പാല് കൊടുക്കുന്ന ഉമ്മ കുഞ്ഞിനെ അവഗണിക്കും എന്ന് പറയുന്ന ഈ ഒരു ആയത്തിൽ വലിയ അത്ഭുതം ഒന്നും ഉണ്ടാവൂല. എന്നാൽ ഇതൊരു അത്ഭുതമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇന്ന് പാല് കുടിക്കുന്ന മക്കളൊക്കെ വീട്ടിൽ തനിച്ചാക്കി കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന കാലാണിത്. അതുകൊണ്ട് അത്തരം സഹോദരിമാരോടൊന്നും ഇത് പറഞ്ഞാൽ ഇതിന്റെ ഗൗരവം അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ലോകത്ത് ഏറ്റവും കാരുണ്യമുള്ള സാഹചര്യം ഏതാണ് എന്ന് ചോദിച്ചാൽ, ഒരു ഉമ്മ മക്കൾക്ക് പാല് കൊടുക്കുന്ന സന്ദർഭമാണ് ഏറ്റവും കാരുണ്യത്തിന്റെ പ്രതീകം എന്ന് നമ്മൾക്ക് വിളിക്കാൻ പറ്റുന്ന സാഹചര്യം. ഒരു പശു അതിന്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന, ഒരു അമ്മ മക്കൾക്ക് പാല് കൊടുക്കുന്ന സമയമാണ് ഏറ്റവും കാരുണ്യമുള്ള സമയം. ഇന്നിപ്പോ അതൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. കാരണം ജനങ്ങളിൽ നിന്ന് അള്ളാഹു റഹ്മത്തിനെ ഉയർത്തിക്കളഞ്ഞു എന്നുള്ളതാണ്. ഹൃദയത്തിൽ നിന്ന്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു കാരുണ്യം ഉയർത്തിക്കളഞ്ഞു. ഇദാ കാന ആഖിറു സമാൻ യർഫഉ അല്ലാഹു അർബഅത അശ്യാ, 4 കാര്യങ്ങൾ അല്ലാഹു തആല ലോകാവസാനം വരുമ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു ഉയർത്തിക്കളയുമെന്നാണ്. ലോകാവസാനം സംഭവിക്കുമ്പോൾ 4 കാര്യങ്ങളെ അല്ലാഹു തആല ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് ഉയർത്തിക്കളയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്നാമത്തേത് യർഫഉല്ലാഹുൽ ഹയാഅ മിനൻ നിസാ, സ്ത്രീകളിൽ നിന്ന് അല്ലാഹു ലജ്ജയെ, നാണത്തെ അല്ലാഹു ഉയർത്തിക്കളയുമെന്ന് പറഞ്ഞു. നാണമില്ലാത്ത സ്ത്രീകളുണ്ടാകും. സ്ത്രീകളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നാണമാണ്. ആ നാണം പോയാൽ പെണ്ണാവൂല. പെണ്ണിന്റെ പ്രത്യേകത നാണമാണ്. ആ നാണം പോയാൽ പെണ്ണും ആണും ഒരുപോലെ. ആണിനെയും പെണ്ണിനെയും വേർതിരിക്കുന്നത് പെണ്ണിനുണ്ടാവേണ്ട നാണമാണ്. എന്നാൽ ലോകാവസാനം സംഭവിക്കുമ്പോൾ അല്ലാഹു തആല സ്ത്രീകളിൽ നിന്ന് നാണത്തെ, ലജ്ജയെ അല്ലാഹു, ഹയാഇനെ അല്ലാഹു ഉയർത്തിക്കളയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു യർഫഉല്ലാഹു റഹ്മത മിനൽ ഖുലൂബ്,
മനുഷ്യന്റെ ഹൃദയങ്ങളിൽ നിന്ന് അല്ലാഹു തആല കാരുണ്യത്തെ ഉയർത്തിക്കളയുമെന്ന്. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു തആല കാരുണ്യത്തെ ഉയർത്തിക്കളയുമെന്ന്. പ്രേമത്തിന്റെ പേരായാലും പ്രണയത്തിന്റെ പേരായാലും കാമുകിമാരുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുന്നത് ഹൃദയത്തിൽ നിന്ന് അല്ലാഹു കാരുണ്യം എടുത്തു കളഞ്ഞതിന്റെ അടയാളമാണ്. പ്രേമത്തിന്റെ പേരിൽ തന്റെ ആഗ്രഹങ്ങൾക്ക് തന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്തതിന്റെ പേരിൽ കാമുകിമാരുടെ ശരീരത്തിലേക്ക് കടാര ഇറക്കുന്നത് അല്ലാഹു ഹൃദയത്തിൽ നിന്ന് കാരുണ്യം എടുത്തു കളഞ്ഞതിന്റെ അടയാളമാണത്. നടുറോട്ടിലിട്ട് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് സ്വന്തം കാമുകിയുടെ ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച് കളയുന്നത്, തീ കൊളുത്തുന്നത്, അത് ഹൃദയത്തിൽ നിന്ന് അല്ലാഹു തആല കാരുണ്യം എടുത്തു കളഞ്ഞതിന്റെ അടയാളമാണ്. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന, വിദ്യാർത്ഥിനികൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റലുകളിലേക്ക് ഗുണ്ടകളെ കൊണ്ടുപോയി അക്രമം നടത്തുന്നതും ഹൃദയത്തിൽ നിന്ന് കാരുണ്യം എടുത്തു കളഞ്ഞതിന്റെ അടയാളമാണത്. ലക്ഷക്കണക്കിന്, പതിനായിരക്കണക്കിന് ഉലമാക്കൾ വരെ ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചിട്ടുണ്ട്. ഉലമാക്കൾ, പണ്ഡിതന്മാർ, സാധാനാഥന്മാരല്ല, മുസ്ലിമീങ്ങളായ ആലിമീങ്ങൾ, പതിനായിരക്കണക്കിന് മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തസാക്ഷികളായിട്ടുണ്ട്. കേരളത്തിൽ നടന്ന ഒരു കലാപത്തിൽ ഒരൊറ്റ ഒരു ദിവസം 27,000 മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി മരിച്ചിട്ടുണ്ട്. അതേപോലെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരു വലിയ ഒരു വിഭാഗം ആളുകളെ ഒരു കരുണയുമില്ലാതെ ഈ രാജ്യത്തിന്റെ പൗരത്വം ചോദ്യം ചെയ്യുന്നത്, ഈ രാജ്യത്തിൽ നിന്ന് ഇറക്കിവിടാൻ ശ്രമിക്കുന്നതും അത്തരം കാട്ടാള ഹൃദയമായി അവരുടെ ഹൃദയം മാറിയതിന്റെ പേരിലാണത്. ഒരു നിലക്കും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ, ചരിത്രത്തിൽ എവിടെ തെരഞ്ഞു നോക്കിയാലും പങ്കാളിത്തമില്ലാത്ത ഒരു വിഭാഗം ആളുകൾ, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ രക്തസാക്ഷികളുടെ പേരുകളിൽ മഷിയിട്ട് തെരഞ്ഞാൽ പോലും ഒരാളെ പോലും എടുത്തു പറയാനില്ലാത്ത രാജ്യദ്രോഹികൾ, അവരിന്ന് ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയ മുസൽമാന്റെ പൗരത്വം ചോദ്യം ചെയ്യുന്നത് ഹൃദയത്തിൽ നിന്ന് അല്ലാഹു തആല കാരുണ്യം എടുത്തു കളഞ്ഞതിന്റെ അടയാളമാണത്. വലിയൊരു അടയാളം പറഞ്ഞാൽ ഓർക്കണം നിങ്ങൾ, ജർമ്മനിയിൽ എന്താണോ ഹിറ്റ്ലർ ചെയ്തത് അത് തന്നെയാണ് ഈ ഇന്ത്യ രാജ്യത്ത് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ വീടുകളിലെയും പാവപ്പെട്ട ഹൈന്ദവ സഹോദരിമാരുടെ, സഹോദരന്മാരുടെ, ചെറുപ്പക്കാരുടെ, നല്ല യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ, വിദ്യാർത്ഥിനികളുടെ ഹൃദയത്തിലേക്ക് വർഗീയ വികാരം, വിഭാഗീയതയുടെ, അതേപോലെ തന്നെ അനൈക്യത്തിന്റെ, വർഗീയതയുടെ വിഷവിച്ചുകൾ രാഷ്ട്രീയ നേതാക്കന്മാർ നിരന്തരമായി പാകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കേട്ട് മൈൻഡ് സെറ്റ് തന്നെ മാറി, ആളുകളുടെ മൈൻഡ് സെറ്റ് മാറുകയാണ്. നിരന്തരമായി ചില പ്രഭാഷണങ്ങൾ കേട്ട്, ചില ഡയലോഗുകൾ കേട്ട് ഈ രാജ്യത്തുള്ള പൗരന്മാരുടെ മൈൻഡ് സെറ്റ് തന്നെ മാറി. മുസ്ലിമീങ്ങളായ ആളുകൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ രണ്ടാം കിടക്കാർ എന്ന ചിന്തയിലേക്ക് അവരുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാനാണ് ഇന്നത്തെ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മുമ്പ് ആര് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരാളെ പറയാനുണ്ടെങ്കിൽ അത് ഹിറ്റ്ലറിന്റെ ചരിത്രമാണത്. ജർമ്മനിയുടെ എല്ലാ പൗരന്മാർക്കും ജൂതന്മാരായ ആളുകളോട് വെറുപ്പ് തോന്നാനുള്ള കാരണം ജർമ്മനിയുടെ നേതാവെന്ന്, ജർമ്മനിയെ രക്ഷപ്പെടുത്താൻ ഹിറ്റ്ലർക്ക് കഴിയുമെന്നുള്ള വിശ്വാസം ആദ്യമായി പൗരന്മാരിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയില്ല, കഴിഞ്ഞ
ഇലക്ഷൻ വരുമ്പോഴാണ് പുൽവാമ ആക്രമണം ആസൂത്രണം ചെയ്തത്. ഇന്ന് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന് സാധ്യത ഒരുങ്ങാനുള്ള കാരണം അമേരിക്കയിൽ വരാനിരിക്കുന്ന ഇലക്ഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. ട്രംപ് മുൻകൂട്ടി കാണുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ അവിടെയുള്ള പൗരന്മാർക്കിടയിൽ ഒരു ചർച്ച വരും. ഈ അമേരിക്കയുടെ രക്ഷകനായി നമ്മുടെ ട്രംപേ ഉള്ളൂ എന്ന ചിന്തകൾ അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. അങ്ങനെ പ്രഭാഷണം നടത്തും. അങ്ങനെ നിരന്തരമായി ആളുകൾക്ക് ഞാനാണ് ഈ രാജ്യത്തെ രക്ഷിച്ചെടുക്കുന്നത് എന്ന ചിന്തയുണ്ടായാൽ അടുത്ത ഇലക്ഷനിൽ വോട്ട് ബാങ്കായി അത് ഉപയോഗപ്പെടുത്താനാണ് ഓരോ ഇലക്ഷൻ വരുമ്പോഴും അതിന്റെ മുമ്പിൽ ചില കലാപങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് മുസഫർ നഗറായാലും ഗുജറാത്ത് ആയാലും പട്ടാളക്കാർ 40ഓളം പട്ടാളക്കാർ കരിഞ്ഞു വെന്തു മരിച്ചുപോയ സ്ഫോടനം നടന്നിട്ട് പുൽവാമ ആക്രമണം ആസൂത്രണം ചെയ്തത് അതൊക്കെ ആസൂത്രണമാണ്. അത് അപ്രതീക്ഷിതമായി ഉണ്ടായതല്ല. എലക്ഷൻ വരുമ്പോൾ ഞങ്ങളാണ് ഈ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഇന്ത്യയെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കൂ. ഇത് ശരിയില്ല, സൗണ്ടില്ല. ഞങ്ങൾക്ക് ഇന്ത്യയെ രക്ഷപ്പെടുത്താൻ സാധിക്കൂ എന്ന് ജനങ്ങൾക്ക് തോന്നിപ്പിക്കുമാർ വിധം ഒരുപാട് പ്രഭാഷണങ്ങളും നിരന്തരമായ അക്രമങ്ങളും നടത്തും. എന്നിട്ട് ഒരു ഇലക്ഷൻ വരും, എന്നിട്ട് അവരങ്ങോട്ട് ജയിക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ നിരന്തരമായ അക്രമങ്ങൾ നടത്തി ഇലക്ഷൻ വരുമ്പോൾ കയറി കൂടുന്നത് ഈ ജനങ്ങൾ വോട്ട് ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ജനങ്ങളുടെ മനസ്സങ്ങോട്ടേക്ക് മാറി. എത്ര വലിയ അക്രമം നടന്നാലും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന മനസ്സായി മാറി. അക്രമം നടത്തുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന മനസ്സായി നമ്മുടെ മനസ്സ് മാറി. അതുകൊണ്ടാണല്ലേ ഇലക്ഷൻ വരുമ്പോൾ അക്രമം നടക്കുന്നത്. ഗുജറാത്ത് കലാപമായാലും യുപിയിൽ നടന്ന കലാപമായാലും ഇലക്ഷന്റെ തൊട്ടു മുമ്പാണ് കലാപങ്ങൾ അവർ ആസൂത്രണം ചെയ്യുന്നത്. അതിനർത്ഥം ജനങ്ങൾക്ക് കലാപങ്ങളോടുള്ള പ്രേമം, കലാപങ്ങളോടുള്ള സ്നേഹം, ചോരയോടുള്ള രക്തത്തോടുള്ള ആഗ്രഹം, ഇതൊക്കെയാണ്. അപ്പൊ അങ്ങനെ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം എടുത്തു കളഞ്ഞതുകൊണ്ടാണ്, കാരുണ്യം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത്തരം ആളുകൾ നിരന്തരമായി വോട്ടും വാങ്ങി ജയിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു തആല കാരുണ്യത്തെ എടുത്തു കളയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. പെട്രി എർണ എന്ന് പറയുന്ന ഒരു സഹോദരിയുണ്ട് ജർമ്മനിയിൽ. പെട്രി എർണ എന്ന് പറയുന്ന ഒരു സഹോദരി, ആ സഹോദരി നാസികളിൽപ്പെട്ട ഒരു സഹോദരിയാണ്. പക്ഷേ അവിടെ നാടാന്തരം വീടാന്തരം കയറി പ്രഭാഷണം നടത്തിയ ഒരു സഹോദരിയല്ലാതെ ഇവിടെ ജൂതന്മാരെ ഇറക്കി വിടണമെന്നോ, ജൂതന്മാരെ നാട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്നോ, അവരെ കൊലവിളിക്കണമെന്നോ സംസാരിച്ച, ഹിറ്റ്ലറുമായിട്ടുള്ള പ്രഭാഷണങ്ങൾ അവർ സപ്പോർട്ട് ചെയ്തൊരു സഹോദരിയല്ല. പിന്നെ സാധാ ഒരു വീട്ടിലുള്ള ഒരു പാവം സ്ത്രീ, ഒരു നാട്ടിലെ ഒരു സാധാ വീട്ടിലുള്ള ഒരു സ്ത്രീയാണ് അവൾ, പെട്രി എർണ എന്ന് പറയുന്ന ഒരു സ്ത്രീ. നമ്മുടെയൊക്കെ നാട്ടിലുള്ളവരെ പോലെ, നമ്മുടെയൊക്കെ നാടുകളിലുള്ള ഒരു സാധാ വീട്ടുജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ കഥ നമ്മൾക്ക് കാണാൻ കഴിയും. ജർമ്മനിയിലെ ഒരു കഥ. അല്ലാഹു തആല മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം എത്രത്തോളം ഉയർത്തിയെന്ന് ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവും. ആ സഹോദരിയുടെ വീടിന്റെ അടുത്തുകൂടെ 6 ജൂതന്മാരായ 6 കുട്ടികൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ആ കുട്ടികളുടെ വസ്ത്രങ്ങൾ കീറിയിട്ടുണ്ട്, മുഷിഞ്ഞിട്ടുണ്ട്, ചളി പിടിച്ചിട്ടുണ്ട്. ആ കുട്ടികൾ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകുമ്പോ അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയോ സ്ലിപ്പായി, അവരുടെ കൈകളിൽ നിന്ന് വഴിമാറി എവിടേക്ക് പോകണം, എന്തു ചെയ്യണം, പിതാവില്ല, മാതാവില്ല, മുതിർന്നവർ ആരുമില്ല. ഒരു 8-12 വയസ്സിന്റെ ഇടയിലുള്ള 6 കുട്ടികൾ സ്വന്തം വീടിന്റെ മുമ്പിലൂടെ നടന്നിങ്ങനെ പോകുമ്പോഴാണ് അതേ പ്രായമുള്ള 2 മക്കൾ, വീട്ടിലുള്ളൊരു മാതാവ് അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. അതേ പ്രായമുള്ള 2 മക്കൾ ഈ മാതാവിനുണ്ട്. പെട്രി എർണ എന്ന് പറയുന്ന സഹോദരിക്കുണ്ട്. 6 മക്കളെയും വീട്ടിലേക്ക് ക്ഷണിച്ചു. അവർക്ക് നല്ല ഭക്ഷണം കൊടുത്തു, അവർക്ക് വിശ്രമിക്കാൻ അവസരം നൽകി. ഭർത്താവ് മിലിറ്ററിയിലാണ്, ഭർത്താവ് പട്ടാളത്തിലാണ്. ഭർത്താവ് വരുന്നതും കാത്തു നിൽക്കുകയാണ് ഈ സഹോദരി. തന്റെ ഭർത്താവ് വരുന്നതിനെ കാത്തിരിക്കുകയാണ് ഈ സഹോദരി.
ഒരുപാട് സമയം കാത്തിരുന്നിട്ടും ഭർത്താവ് വരാതിരുന്നപ്പോ ഈ 6 മക്കളെയും കൂട്ടി വീടിന്റെ പിൻഭാഗത്തുള്ള ഒരു വിജനമായ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. തന്റെ കയ്യിലുണ്ടായിരുന്ന റിവോൾവർ ഉപയോഗിച്ച്, തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് 6 മക്കളെയും വെടിവെച്ചു വീഴ്ത്തുന്നുണ്ട്. ചെറിയ 6 മക്കൾ. അതേ വയസ്സിലുള്ള 2 കുട്ടികൾ ഈ ഉമ്മയ്ക്ക് സ്വന്തം വീട്ടിലുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ആ കുട്ടികളുടെ മുഖം കാണുമ്പോ എങ്ങനെ ഒരു സാധാ ഒരു വീട്ടിലെ ഒരു ഉടമസ്ഥയായ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് കൊല്ലാൻ കഴിയുന്നത്? ഒരു വീട്ടിലെ ഒരു സാധാ ഒരു പെണ്ണിന് എങ്ങനെയാണ് കൊല്ലാൻ കഴിയുന്നത്? എങ്ങനെയാണ് അങ്ങനെ ഒരു ഹൃദയത്തിൽ നിന്ന് കാരുണ്യം നഷ്ടപ്പെടുന്നത്? ചെറിയ പിഞ്ചുമക്കളുടെ മുഖം നോക്കി വെടിവെക്കാൻ അവർക്ക് എങ്ങനെയേ ധൈര്യം വരുന്നത്? കൊണ്ടുപോയി 6 പേരെയും വെടിവെച്ചു കൊന്നിട്ട് തിരിച്ചു വന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഈ സഹോദരിയെ പിടിക്കപ്പെടുകയും ഈ സഹോദരിയോട് വിചാരണ നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ 1961 വിചാരണ ചെയ്യുന്നത്. 1961 വിചാരണ ചെയ്യുന്നത്. 1943 ഈ സംഭവം നടക്കുന്നത്. ആ പെണ്ണിനോട് ചോദിക്കുന്നുണ്ട് കോടതിയിൽ വെച്ച്, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? നിങ്ങൾ കൊന്ന ആ 6 കുട്ടികൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? പെണ്ണ് പറഞ്ഞു, ഏകദേശം എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. കാരണം ആ കുട്ടികളുടെ വസ്ത്രമൊക്കെ മുഷിഞ്ഞ് കീറി, ശരീരമൊക്കെ ഒട്ടി, ചളി നിറഞ്ഞ് ഒരു കുളിച്ചൊരു വൃത്തിയുള്ള കുട്ടികളായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ കൃത്യമായ പ്രായം പറയാൻ എനിക്ക് കഴിയില്ല. പറയാണ് ഏകദേശം as far as I can recall the children were between 8 and 12 years old. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8-ന്റെയും 12-ന്റെയും ഇടയിലുള്ള മക്കളാണ്. അടുത്ത ചോദ്യം ചോദിച്ചു, how was it possible that you yourself, a mother of 2 small children, could shoot innocent Jewish children? 2 നിരപരാധികളായ ഓമനത്വം തോന്നുന്ന 2 മക്കളുടെ അമ്മയായ നിങ്ങൾക്ക് ഈ നിഷ്കളങ്കരായ 6 മക്കളെ വെടിവെച്ചു കൊല്ലാൻ എങ്ങനെ ധൈര്യം വന്നു എന്ന്. അപ്പോൾ ആ പെണ്ണ് പറയുന്ന മറുപടി, I am unable to grasp at this time how in those days I was in such a state as to conduct myself so brutally and reprehensibly shooting Jewish children. എനിക്ക് പറയാൻ കഴിയില്ല, ഞാൻ അന്ന് എങ്ങനെ ഈ കുട്ടികളെ വെടിവെച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. എന്നിട്ട് ആ പെണ്ണ് പറയാൻ, how earlier I had been so conditioned to fascism. ഫാസിസത്തിന്റെ നിരന്തരമായ പ്രഭാഷണങ്ങൾ കേട്ട് കണ്ടീഷൻഡ് ആവാന്ന് പറഞ്ഞ ഞാൻ അതിലേക്ക് പൊരുത്തപ്പെട്ടു. നിരന്തരമായ പ്രഭാഷണങ്ങൾ, അക്രമികളുടെ വേഷം കണ്ടാൽ അറിയാം, അക്രമികളുടെ കോലം കണ്ടാൽ അറിയാം. ഈ പൗരത്വ ബില്ലിന്റെ പ്രശ്നം വന്നപ്പോ സമാധാനത്തിന്റെ വാക്കുകൾ പറയുന്നതിന് പകരം പ്രധാനമന്ത്രി പറഞ്ഞത് അവരുടെ വേഷം കണ്ടാൽ അറിയാന്ന. ആഭ്യന്തരമന്ത്രി പറഞ്ഞത് 4-5 മാസം കൊണ്ട് ഞങ്ങൾ രാമക്ഷേത്രം പണിയുമെന്ന. എന്തിനിതൊക്കെ പറയുന്നു? അഥവാ ഇവിടെയുള്ള ഹിന്ദുക്കളെയും മുസ്ലിമീങ്ങളെയും 2 വിഭാഗമാക്കാൻ വേണ്ടിയാണ്. അഥവാ രാമക്ഷേത്രം പണിയുന്നു എന്ന് പറയും, ഹിന്ദുക്കളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിച്ചു. അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് എന്തിന് രാമക്ഷേത്രം? അല്ലെങ്കിൽ നമ്മൾക്ക് എന്തിന് ബാബരി മസ്ജിദ്? ബാബരി മസ്ജിദിന്റെ വിധി വന്നപ്പോ നമ്മൾ എന്തേ മിണ്ടാത്ത്? ഒരു പള്ളി പോയാൽ നമുക്ക് വേറെ പള്ളി കിട്ടിക്കൂടെ? ഹിന്ദുക്കൾക്കാണെങ്കിൽ അവിടെ തന്നെ രാമക്ഷേത്രം വേണമെന്ന് അവർക്കും നിർബന്ധമില്ല. ക്ഷേത്രങ്ങളോ അമ്പലങ്ങളോ അള്ളാഹുവിനെ ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരാൾക്ക് നിർബന്ധമൊന്നുമില്ല. സ്വന്തം വീട്ടിൽ വെച്ച് നിസ്കരിക്കാം, സ്വന്തം വീട്ടിൽ വെച്ച് പൂജിക്കാം. അപ്പൊ ഇത് വ്യക്തമായ ആസൂത്രണത്തോടുകൂടി വോട്ടിന് വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ ഈ രാജ്യത്തുള്ള സർവ്വ ഹിന്ദുക്കളും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ന് ആസൂത്രിതമായി ഒരു ഹിന്ദു രാഷ്ട്രം പണിയാനുള്ള ശ്രമം നടക്കുമോ എന്നൊരാശങ്ക ഇന്നത്തെ ഈ ഭരണകൂടത്തിന് വരാൻ തുടങ്ങിയത്. അപ്പൊ ഈ പെണ്ണ് പറയാൻ, ഞാൻ കണ്ടീഷൻഡ്, ഞാൻ നിരന്തരമായ പ്രഭാഷണങ്ങൾ കേട്ട്, നിരന്തരമായ ചാനൽ ചർച്ചകൾ കേട്ട് ഞാൻ ഇങ്ങനെ കണ്ടീഷൻഡായി, ഞാൻ അതിനോട് പൊരുത്തപ്പെട്ടു. എന്നിട്ട് പെണ്ണ് പറഞ്ഞു, as was told to me I had to destroy the Jews, it was from this mindset that I came to commit such a brutal act. ആ ഒരു മൈൻഡ്സെറ്റ് ഈ നാസികൾ നിരന്തരമായി പത്രങ്ങളിലൂടെ, ചാനലുകളിലൂടെ, വീഡിയോകളിലൂടെ നിരന്തരമായി നടത്തിയ പ്രഭാഷണങ്ങളിൽ നിന്ന് എനിക്ക് അവരോട് എന്തെന്നില്ലാത്ത വെറുപ്പ് തോന്നി, എനിക്കവരെ കൊല്ലണമെന്ന് തോന്നി. ഇതൊക്കെ ഈ പറഞ്ഞ ഫാസിസ്റ്റുകളുടെ മൈൻഡ് സെറ്റായി മാറി. ആ ഒരു പ്രസംഗം കേട്ട് 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 അതിനോട് കണ്ടീഷൻഡ് ആവാൻ, അതിനോട് പൊരുത്തപ്പെടാൻ, പിന്നെ ഇങ്ങനെ മനസ്സിൽ വെറുപ്പ് മാത്രം. ആ ഒരു വെറുപ്പാണ് കാക്കി ധരിച്ചവർ പോലും ഒരു പ്രകോപനമില്ലാതെ വെടിവെക്കാനുള്ള കാരണമായത്. അതുകൊണ്ട് ഈ പെണ്ണ് പറഞ്ഞു, ഞാനിത് കേട്ട് 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 എവിടെ കണ്ടാലും ജൂതന്മാരെ,
എനിക്ക് കൊല്ലണം എന്നൊരു ചിന്ത എനിക്കുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ കുട്ടികളെ കൊല്ലാൻ കാരണമെന്ന് ആ പെട്രി എർണ എന്ന് പറയുന്ന സഹോദരി കോടതിയിൽ വെച്ച് പറയുകയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊരു സാധാ സ്ത്രീയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർഫഉല്ലാഹു റഹ്മത മിനൽ ഖുലൂബ്. ലോകാവസാനം സംഭവിക്കുന്ന സമയങ്ങളിൽ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ നിന്ന് അല്ലാഹു തആല കാരുണ്യത്തെ എടുത്തുകളയുമെന്നാ പറഞ്ഞത്. കാരുണ്യത്തെ അല്ലാഹു എടുത്തുകളയും. അതിന്റെ ഭാഗമാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ കാരുണ്യം എടുത്തു പോയതിന്റെ അടയാളമാണ് മാതാപിതാക്കൾക്ക് മക്കളെ വേണ്ടാത്തൊരവസ്ഥ വന്നത്. നൊന്തുപെറ്റ മക്കളെ മാതാപിതാക്കൾക്ക് മാതാവിന് വേണ്ടാത്തൊരവസ്ഥ വരുന്നത് ഈ ഒരു കാരുണ്യം അല്ലാഹു എടുത്തു കളഞ്ഞു എന്നതിന്റെ അടയാളമാണ്. ലോകാവസാനത്തിന്റെ അവസാനത്തെ പ്രകമ്പനം വന്നാൽ യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്. മുലപ്പാൽ നൽകുന്ന ഉമ്മമാർ സ്വന്തം മക്കളെ വലിച്ചെറിയുമെന്നാ പറഞ്ഞത്. വതലഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. ഗർഭിണികളായ ഉമ്മമാർ അതിന്റെ ഭയാനകത കണ്ട് പ്രസവിച്ചു പോകുമെന്നാ പറഞ്ഞത്. വതലഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. ഗർഭിണികളായ ഉമ്മമാർ ഇതിന്റെ ഭയാനകത കണ്ട് പേടിച്ചു മരിച്ചു പോകുമെന്ന്, പേടിച്ച് പ്രസവിക്കുമെന്നാ പറഞ്ഞത്. വതറന്നാസ സുകാറാ. ജനങ്ങളെല്ലാം എന്തോ ഒരു പേടിയിലായിരിക്കും, മത്തുപിടിച്ചതുപോലെ ഒരു ലഹരി, പേടിച്ചിട്ടുള്ളൊരു ലഹരി, അല്ലാതെ കള്ളു കുടിച്ചിട്ടല്ല. വമാഹും ബിസുകാറാ. അവരാരും കള്ളു കുടിച്ചവരല്ല. കള്ളു കുടിക്കാതെ തന്നെ എന്തോ ഒരു ലഹരി, എന്തോ ഒരു ഭീതി അവരെ ബാധിച്ചതുപോലെ നിങ്ങൾക്ക് കാണാം. അഥവാ ലോകാവസാനം എന്ന് പറഞ്ഞാൽ അത് ഭയാനകമായ രംഗമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് ചില അടയാളങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അതാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇവിടെ പറയുന്നത്, ഹല്ലിസ്സാഅതി അലമുൻ തുഅറഫു ബിഹി. നബിയെ, ലോകാവസാനം അടുത്തു എന്നതിന് വല്ല അടയാളങ്ങളുമുണ്ടോ, വല്ല ലക്ഷണങ്ങളുമുണ്ടോ നബിയെ? ഖാല, നബി തങ്ങൾ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയെ, ഉണ്ട്. ഇബ്നു മസ്ഊദ് ഒരുപാട് അടയാളങ്ങളുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇന്ന ലിസ്സാഅതി അലാമ വ ഇന്ന ലിസ്സാഅതി അശ്റാത. ഒരുപാട് ലക്ഷണങ്ങളുണ്ട്, ഒരുപാട് അടയാളങ്ങളുണ്ട്. അലാ വ ഇന്ന മിൻ അലാമിസ്സാഅതി വ അശ്റാതിഹാ അൻ യകൂനൽ വലദു ഗൈളാ. ഒന്ന് നമ്മുടെ വീട്ടിലാണ് ഒന്നാമത്തെ അടയാളം. നമ്മുടെ കുടുംബത്തിലും വീട്ടിലും കാണാൻ കഴിയും. എന്താണ് അടയാളം? അയ്യകൂനൽ വലദു ഗൈളാ. വാശി പിടിക്കുന്ന, ദേഷ്യം പിടിക്കുന്ന മക്കൾ ഉണ്ടാവുന്നത്. മക്കളൊക്കെ വാശിക്കാരായിട്ട് മാറാം. അയ്യകൂനൽ വലദു ഗൈളാ. നമ്മുടെ മക്കളെല്ലാവരും, ചെറിയ കുട്ടികളൊക്കെ ദേഷ്യം പിടിക്കുന്ന, വാശി പിടിക്കുന്ന മക്കളാവുക. ദേഷ്യപ്പെട്ടതിന്റെ പേരിൽ ഫ്രിഡ്ജും ടിവിയും വാഷിംഗ് മെഷീനൊക്കെ അടിച്ചു പൊട്ടിക്കുക, മൊബൈൽ ഫോണുകൾ എറിഞ്ഞു പൊട്ടിക്കുക, മാതാപിതാക്കളെ കരണത്തടിക്കുന്ന, മാതാപിതാക്കളെ ചോദ്യം ചെയ്യുന്ന, വീട്ടിൽ നിന്നിറങ്ങിപ്പോകുന്ന, പിന്നെ വീട്ടുകാരോട് പിണങ്ങി വീട്ടിലേക്ക് കയറി വരാത്ത രീതിയിൽ നമ്മുടെ മക്കൾ ദേഷ്യക്കാരും വാശിക്കാരുമായി മാറുന്നത് ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ചെറിയ കുട്ടികൾ അവരുപോലും വലിയ 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 വാശിക്കാരായിട്ട് മാറുന്നത്, ദേഷ്യക്കാരായിട്ട് മാറുന്നത്. അയ്യകൂനൽ വലദു ഗൈളാ. നമ്മുടെ സ്വന്തം വീട്ടിലുള്ള മക്കളെ ഓർത്താൽ നമ്മൾക്ക് മനസ്സിലാകും. ടിവി ഓഫ് ചെയ്യാൻ പറഞ്ഞതിന്റെ പേരിൽ മകൾ ആത്മഹത്യ ചെയ്തു. നമ്മളിത് കാണുന്നതാണ്, നിരന്തരമായി പത്രങ്ങളിലൂടെ കാണുന്നതാണ്. സ്വന്തം വീട്ടിലുള്ള മാതാവ് മക്കളോട് പറയുന്നത്, ടിവി ഓഫ് ചെയ്യാൻ പറഞ്ഞ്, പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞതിന്റെ പേരിൽ ടിവി അടിച്ചു പൊട്ടിക്കുന്നത്. മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയോട് മൊബൈൽ അവിടെ വെച്ച് പഠിക്കാൻ പറഞ്ഞതിന്റെ പേരിൽ ഒരു കഷ്ണം തുണിയെടുത്ത് ആത്മഹത്യ ചെയ്യുന്നത്. സ്വന്തം മാതാവിന്റെ മുമ്പിൽ നിന്ന് കിണറ്റിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നത്. ഇതുപോലെ മാതാപിതാക്കളോട് വാശി പിടിക്കുന്ന, ദേഷ്യം പിടിക്കുന്ന മക്കളുണ്ടാവുന്നത് ലോകാവസാനത്തിന്റെ അടയാളങ്ങളാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എന്ന് വെച്ച്
മക്കള് വാശി പിടിക്കുന്ന മക്കൾ നമ്മുടെ വീട്ടിലുണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ മക്കളെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ വാശിയും അവരുടെ ദേഷ്യവും കുറക്കാനുള്ള വഴികൾ നമ്മൾ ആലോചിക്കണം. സ്വന്തം വീട്ടിലുള്ള മക്കൾക്ക് നിരന്തരമായ ഉപദേശങ്ങളും നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മുടെ ജീവിത രീതി കൊണ്ട് അവർക്ക് നിരന്തരമായ ഒരു വഴികാട്ടിയായി മാറി അവരുടെ ആ വാശി പിടിക്കുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങളും ഇൻസ്ട്രക്ഷനും കൊടുത്ത് അവർക്ക് ആ ഒരു സ്വഭാവം മാറ്റി നിർമ്മലരായ നല്ല മയമുള്ള നിങ്ങൾ ഈ എടുത്തുചാട്ടക്കാരായ പരുക്കൻ സ്വഭാവക്കാരാണെങ്കിൽ, വാശി പിടിക്കുന്ന ദേഷ്യമുള്ള വൈരാഗ്യവും പ്രതികാരവുമുള്ള പരുക്കൻ സ്വഭാവത്തിന്റെ ആളുകളായി നിങ്ങൾ മാറിയാൽ ആളുകളെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, നിങ്ങൾക്ക് അല്ലാഹുവിനോടുള്ള, അല്ലാഹു പറയാണ് എന്റെ കാരുണ്യം കൊണ്ടാണ് നിങ്ങൾക്ക് ജനങ്ങളോട് മാന്യമായി പെരുമാറാൻ സാധിക്കുന്നത്. നബി തങ്ങളോട് പറയാൻ. നമ്മൾ ഓപ്പറേറ്റർ ഇനി ഇതൊന്ന് ശരിയാക്കുക, ഇനി സൗണ്ട് കൂടി ഇത് സൗണ്ട് പറഞ്ഞു ബാലൻസ് രണ്ടും ഒരേപോലെ സൗണ്ട് ആക്കി തരും. ഒന്ന് കൂടുമ്പോ ഒന്ന് കുറയും, ഒന്ന് കൂടത് വേണ്ട, രണ്ടും ഒരുപോലെ ആക്കി തരും. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നിങ്ങൾക്ക് മയത്തോടെ പെരുമാറാൻ കഴിയുന്നത്, ജനങ്ങളോട് കാരുണ്യത്തോടെ പെരുമാറാൻ കഴിയുന്നത് അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്. ഇനി കാരുണ്യം ഇല്ലെങ്കിലോ? അപ്പൊ നമ്മൾക്ക് ജനങ്ങളോട് മാന്യമായിട്ട് പെരുമാറാനൊക്കെ സാധിക്കുന്നത് അല്ലാഹു നൽകുന്ന ഒരു നിഅമത്താണ്, അല്ലാഹു നൽകുന്ന ഒരു റഹ്മത്താണ്. അതില്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ നീ ഒരു പരുക്കൻ സ്വഭാവത്തിന്റെ ആളുകളായി മാറിയാൽ നിന്റെ കൂടെ ആരുണ്ടാവൂല. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ കൂടെ ആളുകൾ ഉണ്ടാവണം എന്നാഗ്രഹിക്കുകയാണെങ്കിൽ, നമ്മുടെ കൂടെ എന്തിന് പിന്തുണക്കാനോ അല്ലെങ്കിൽ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാനൊന്നുമല്ല, നമ്മുടെ കൂടെ ആളുകൾ വേണം. എങ്കിൽ നമ്മൾ നല്ല സൗമ്യമായ സ്വഭാവത്തിന്റെ ഉടമകളായി മാറും. എങ്കിലേ ആളുകൾ ഉണ്ടാവും. നമ്മളൊരു റിജിഡ് ക്യാരക്ടർ എന്ന് പറയുന്ന ആ ഒരു സ്വഭാവത്തിലേക്ക് മാറിയാൽ ആളുകൾ നമ്മളിൽ നിന്ന് അകന്നകന്നു പോകും. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബിലേക്ക് ആളുകൾ അടുക്കാനുള്ള കാരണം എന്താ? ആ മയത്തോടെയുള്ള സ്വഭാവമാണ്. നബി തങ്ങൾ റഫായിട്ട് പെരുമാറിയിരുന്നെങ്കിൽ ആരും ഇസ്ലാമിലേക്ക് കടന്നു വരുമായിരുന്നില്ല. അപ്പൊ നമ്മൾ മറ്റുള്ള ആളുകളെ ആകർഷിപ്പിക്കേണ്ടത് നമ്മുടെ നല്ല സ്വഭാവ വിശേഷണം കൊണ്ടാണ്, നമ്മുടെ പെരുമാറ്റം കൊണ്ടാണ്, നമ്മുടെ ജീവിത രീതി കൊണ്ടാണ്. അങ്ങനെ ജീവിച്ച് ജനങ്ങളെ ഈ പരിശുദ്ധ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അയ്യകൂനൽ ബലദു ഗൈളാ, രണ്ടാമത്തേത് അയ്യകൂനൽ മതറു ഖൈളാ, അയ്യകൂനൽ മതറു ഖൈളാ. ഇനി ഫൈല എന്നുള്ള ഒരു റിപ്പോർട്ടുണ്ട്. എന്തായാലും ചൂടുകാലങ്ങളിൽ മഴ വരുന്നത്, മഴ നമ്മൾക്കൊരു അപകടമായി സംഭവിക്കുന്നത്, വെള്ളപ്പൊക്കമായാലും ഉരുൾപൊട്ടലായാലും. ഇപ്പൊ നിരന്തരമായി കേരളത്തിൽ 3ാമത്തെ വർഷമാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്, അല്ലെ? ഇനി എല്ലാ വർഷങ്ങളിലും ഇതുപോലെ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. എല്ലാ വർഷവും ഇതുപോലെ ഉണ്ടാവുന്ന ജനങ്ങൾക്ക് ഉപകാരമുണ്ടാവുന്നതിന് പകരം ഈ മഴകൾ ജനങ്ങൾക്ക് അപകടമായി മാറുന്നത്, വെള്ളപ്പൊക്കമായി മാറുന്നത്, ഉരുൾപൊട്ടലുകളായി മാറുന്നത്, മഴകൾ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു. നാട്ടിലുള്ള ആളുകളൊക്കെ ബഹുഭൂരിഭാഗം ആളുകളും ചെമ്മാടികളായി മാറുന്നത്. ബാലൻസ് വെച്ച് നോക്കിയാൽ തെറ്റുകൾക്കാണ് കൂടുതൽ സ്വാധീനം. ചെറുപ്പക്കാരൊക്കെ തെറ്റുകളുടെ തിന്മകളുടെ ആളുകളായി മാറുന്നത്, ചെമ്മാടികൾ വിലസുന്നത്, തെമ്മാടികൾക്ക് ആഭിമുഖ്യം ലഭിക്കുന്ന ഒരു കാലമായി മാറുന്നത്. താരപരിവേഷം ലഭിക്കുന്നതാർക്കാ? സ്കൂളിലായാലും നാട്ടിലായാലും തെമ്മാടികളുടെ കൂടെ ആളുകൾ. തെറ്റുകൾ അഭിമാനമായി കാണുന്ന ഒരു കാലം വരിക. തെറ്റ് ചെയ്യുന്നത് അഭിമാനം, സിനിമക്ക് പോകുന്നത് അഭിമാനമാവുക, വാദിന് പോകുന്നത് അതെന്താണ്?
പള്ളിക്ക് പോകുന്നതൊന്നും ഒരു അഭിമാനമല്ല. എന്നാൽ സിനിമക്ക് പോകുന്നത് ചെറുപ്പക്കാർക്കിടയിൽ, എല്ലാവർക്കിടയിലല്ല പറയുന്നത്. നിങ്ങൾക്കിടയിൽ വേദനയൊക്കെ പോകാന്ന് പറഞ്ഞാൽ നല്ല കാര്യമായിരിക്കും. പക്ഷെ ചെറുപ്പക്കാർക്കിടയിൽ വേദന പോകാന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യമായിരിക്കും. പിന്നെ സിനിമക്ക് പോകാന്ന് പറഞ്ഞാൽ എല്ലാ സിനിമ കണ്ടിറങ്ങുന്ന ആളാണെങ്കിൽ അയാൾക്ക് നല്ല താരപരിവേഷം ഉണ്ടാവും. ഇവിടെ പറയുന്നത് ജനങ്ങളെല്ലാം തമ്മാടികളായ ആളുകൾക്ക് സ്വാധീനമുണ്ടാവുന്നത്, അവർ വർദ്ധിച്ചു വരുന്നത്, അല്ലെങ്കിൽ തിന്മകൾ അഭിമാനത്തോടെ ചെയ്യുന്ന കാലമുണ്ടാകുന്നത്. കുട്ടികളൊക്കെ ഫേസ്ബുക്കിലൊക്കെ പല ആളുകൾ അവരുടെ പേരുകളെ സ്മോക്കി എന്നൊക്കെ ഇടും. ഒരാൾ പേരിടാണ് സ്വന്തം പേരിന്റെ കൂടെ സ്മോക്കി അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ആള്. അതൊരു ഗെറ്റപ്പാണ് ആളുകൾക്ക്. ഇതിനോട് വലിയൊരു താല്പര്യം. ഇങ്ങനെ ഒരു ഹിപ്പ് ഹോപ്പായി നടക്കുന്നത്, യോയോ ആയി നടക്കുന്നത്, കയ്യിൽ 4 ചരടും കഴുത്തിൽ ചരട്, കാണുമ്പോൾ തന്നെ ഒരു വൾഗറായി, മുടിയൊക്കെ ഒരു വൃത്തികെട്ട രീതിയിൽ, ജനങ്ങൾക്ക് കാണുമ്പോൾ ഒരു വെറുപ്പ് തോന്നുന്ന രീതിയിൽ ആളുകൾ നടക്കുക. ഇപ്പൊ നല്ല വസ്ത്രം ധരിക്കുന്നതോ അല്ലെങ്കിൽ ഫാഷൻ ഒന്നുമല്ല ഇവിടെ പറയുന്നത്. ജനങ്ങൾക്ക് ഒരു വെറുപ്പ് തോന്നിക്കുന്ന രീതിയിലൊക്കെ ആളുകൾ നടക്കുന്നത്, ചെറുപ്പക്കാർ നടക്കുന്ന ഒരു കാലം വരും. മുടി വെട്ടാം, ഭംഗിയായിട്ട് വെട്ടാം, പക്ഷെ അതൊരു വൃത്തികേടായി വെട്ടിയാലോ, എന്നിട്ട് അതൊരു അഭിമാനമായി കാണുകയാണെങ്കിലോ. മുടി വെട്ടിട്ട് മുടിയൊക്കെ ഇങ്ങനെ ചുരുട്ടി 4-5 റബ്ബറൊക്കെ ഇട്ട് ചുരുട്ടി വെച്ച്, അല്ലെങ്കിൽ മുടിയൊക്കെ കേളാക്കി വെച്ച് അതിങ്ങനെ നീട്ടുക. ജനങ്ങൾക്ക് കാണുമ്പോൾ താടിയൊക്കെ വെക്കണം, മാന്യമായ താടിയൊക്കെ. പക്ഷെ താടി തന്നെ ഒരു കാണുമ്പോൾ ഒരു വൃത്തികെട്ട രീതിയിൽ വെക്കുക. ഈ രീതിയിൽ തിന്മകൾ ചെയ്യുന്ന ആളുകൾ കൂടിക്കൂടി വരിക. തിന്മകളോട് പ്രാതിനിധ്യം കാണിക്കുന്ന ആളുകളും കൂടെ, തെറ്റിനോട് ആളുകൾക്ക് ആസക്തി ഉണ്ടാവുക. ചെറുപ്പക്കാരൊക്കെ തിന്മയോടാണ് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ഒഴുക്ക്, തിന്മകളിലേക്കൊരു കുത്തൊഴുക്കുണ്ടാവുന്ന ഒരു കാലമുണ്ടായാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മകൾ ലാഘവത്തോടെ ചെയ്യുകയും തിന്മയെ നിസ്സാരമായി കാണുകയും നന്മ ചെയ്യുന്ന ആളുകൾക്ക് തീരെ വിലയില്ലാതെ അഭിമാനത്തോടുകൂടി തെറ്റ് ചെയ്യുന്ന തെമ്മാടിക്കൂട്ടങ്ങളുള്ള ഒരു കാലമായി നമ്മുടെ നാട് മാറിയാൽ, നാട്ടിൽ ചെറുപ്പക്കാരുടെ ഒരുപാട് ഗ്യാങ്ങുകൾ ഉണ്ടാകും. എന്നാൽ നല്ല കൂട്ടം ആളുകൾ കൃത്യമായി പള്ളിക്ക് പോകുന്ന അങ്ങനെ ഒരു കൂട്ടാളുകൾ വളരെ കുറച്ചുണ്ടാവും. SKSF കുട്ടികൾ അവരിതുപോലെയുള്ള വാദിന് പരിപാടിയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ എല്ലാവരും സഹകരിക്കൂല. ഇതിനെ പുച്ഛത്തോടെ കാണുന്ന ആളുകളുണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവും നാട്ടിൽ. ഇതിനൊക്കെ പുച്ഛത്തോടെ, SKSF കുട്ടികളൊക്കെ പുച്ഛത്തോടെ കാണുക. അവർക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് പറയാം. എന്നിപ്പോൾ പണിയെന്താ, ഇവർക്ക് എന്താ പണി? ഷോപ്പിൽ പോയിട്ട് ഗ്യാരൻസ് ഇട്ടല്ല വലിയ പണി, അല്ലെങ്കിൽ സിനിമക്ക് പോലെ വലിയ പണി, ഏതെങ്കിലും ടർഫിൽ പോയിട്ട് ഫുട്ബോൾ കളിക്കല വലിയ പണി. SKSF കുട്ടികൾ വാലും അതുപോലെ മജ്‌ലിസുന്നൂറും പരിപാടിയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അവർക്കൊരു പുച്ഛത്തോടെ കാണാം. എന്നിട്ട് അവർ പറയാ ഇവർക്കൊന്നും വേറെ പണിയില്ലെന്നാ ചോദിക്കുക. എന്നാൽ ഈ പണിയില്ലെന്ന് ചോദിക്കുന്ന ആളെ പണിയായപ്പോൾ ഞാൻ പറഞ്ഞത് എന്ത്, എവിടെ പോയി ക്യാരൻസ് ഇട്ടുക, പീടികത്തിണ്ണയിലിരിക്കുക, കഞ്ചാവ് അടിക്കുക, ക്ലബ്ബിൽ പോയിട്ട് വെറുതെ ബടായി വിടുക, കുറെ മൊബൈലിൽ കളിക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ പണി. അപ്പൊ ഇങ്ങനെ തെറ്റിനോടുള്ള ഒരു പ്രവണത ആളുകൾക്ക് കൂടിക്കൂടി വരുന്നത് അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു. ഇബ്നു മസ്ഊദ്, അല്ലയോ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്നവരെ, ഇന്ന മിൻ അലാമിസ് സാഅതി വഅശ്റാതിഹാ, ലോകാവസാനത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് സത്യം പറയുന്ന ആളുകളെ വിശ്വസിക്കാതിരിക്കുന്നത്. സത്യം പറയുന്ന ആളുകളെ വിശ്വസിക്കാതിരിക്കുക. സത്യം പറയുന്ന ആളുകളെ വിശ്വസിക്കാതെ നുണ പറയുന്ന ആളുകളെ വിശ്വസിക്കുന്ന ഒരു കാലം കടന്നു വന്നാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. വഅൻ യുസദ്ദഖൽ കാദിബ് വഅൻ യുകദ്ദബസ് സ്വാദിഖ്, വഅൻ യുസദ്ദഖൽ കാദിബ്, നുണ പറയുന്ന ആളുകൾക്ക് അവരെ വിശ്വസിക്കുന്ന ഒരു കാലം. നുണ പറയുന്ന ആളുകൾ അവർ പറഞ്ഞതൊക്കെ സത്യം, അതല്ല ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായി നുണ പറയാ ആരൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, നിരന്തരമായി നുണ പറയാ. നോട്ട് നിരോധനം വന്നപ്പോൾ 50 ദിവസം കൊണ്ട് ഈ രാജ്യത്ത് സാമ്പത്തിക വളർച്ചയുണ്ടാകും. ഗിവ് മീ 50 days, എനിക്ക് 50 ദിവസം കൊണ്ടാ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വേട്ടയാടിക്കോളൂ, എനിക്ക് വെടിവെച്ചോളൂ എന്ന് പറഞ്ഞ് പൗരന്മാരോട് പ്രസംഗിച്ച ഒരു പ്രധാനമന്ത്രി 50 ദിവസം പോയിട്ട് 500 ദിവസം കഴിഞ്ഞിട്ടും ഈ നോട്ട് നിരോധനത്തിന്റെ ക്ഷീണം ഈ രാജ്യത്ത് നിന്ന് വിട്ടുമാറിയിട്ടില്ല. അതേപോലെ തന്നെയാണ് GST വന്നപ്പോൾ പറഞ്ഞത് സാമ്പത്തിക വളർച്ചയാണ്.
GST കൊണ്ടുവന്നു, സ്റ്റേറ്റിന്റെയും കേന്ദ്രത്തിന്റെയും GST. എന്തുണ്ടായി? സാമ്പത്തികമായ വലിയ തകർച്ചയാണ് ഉണ്ടായത്. നിരന്തരമായി പച്ചക്കള്ളം പറഞ്ഞു. GSTയിലൂടെ സാമ്പത്തിക വളർച്ചയുണ്ടാക്കും, കള്ളപ്പണം പിടിക്കുമെന്ന് പറഞ്ഞു നോട്ട് നിരോധനത്തിലൂടെ. എന്നാൽ GST വന്നതോടുകൂടി സകല ബിസിനസ്സുകളും തകരാറിലായി. അങ്ങനെ ഓരോ നുണകൾ പറഞ്ഞ് ഓരോ ഭാരതീയന്റെ പൗരന്റെ അക്കൗണ്ടിലും ലക്ഷങ്ങൾ ഇട്ടുതരുമെന്ന് പറഞ്ഞത്, പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറക്കുമെന്ന് പറഞ്ഞത്, നമ്മുടെ നാണയത്തിന്റെ മൂല്യം ഇടിയുന്നതിന് പകരം ആ മൂല്യം കൂടുമെന്ന് പറഞ്ഞത്, ഇങ്ങനെ ഓരോ പച്ച നുണകൾ നിരന്തരമായി പറഞ്ഞ് ഇത് കേൾക്കുന്ന മണ്ടന്മാരായ അണികൾ അതേപോലെ വിശ്വസിക്കാൻ ഓരോ ഇലക്ഷൻ വരുമ്പോഴും സുമോഹന വാഗ്ദാനങ്ങൾ നൽകുന്നു. ഞാൻ അങ്ങനെയാക്കും, ഞാൻ ഇങ്ങനെയാക്കും. അപ്പൊ ഇത് അണികൾ, മണ്ടന്മാരായ അണികൾ ഇതൊക്കെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നു. എന്നിട്ട് 5 വർഷം ഭരിക്കുന്നു, ഒരു വാഗ്ദാനവും പൂർത്തീകരിച്ചിട്ടില്ല. തൊഴിലില്ലായ്മ, എല്ലാവർക്കും തൊഴിൽ നൽകുന്ന പറഞ്ഞത്. എവിടെ തൊഴിൽ? ഉള്ള തൊഴിലുകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കമ്പനികൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കളവ് പറയുന്ന ആളുകളെ വിശ്വസിക്കുന്ന ഒരു കാലം വരിക. സത്യസന്ധമായി പറയുന്ന ആളുകൾക്ക് വിലയില്ലാതെ അവരുടെ വാക്കുകൾക്ക് കാതോർക്കാതിരിക്കുന്നത്. സത്യസന്ധമായി പറയുന്ന വാക്കുകൾക്ക് കാതോർക്കാതിരിക്കുക. സത്യസന്ധമായി ഇവിടെ പറയുന്ന ആളുകൾ രാഷ്ട്രീയ നേതാക്കന്മാരായാലും സത്യസന്ധന്മാരായ ആളുകൾക്ക് വിലയില്ലാതിരിക്കുക, അവരെ കള്ളന്മാരാക്കുക. ഇങ്ങനെ ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു. ഇബ്നു മസ്ഊദ്, അല്ലയോ മസ്ഊദ് എന്നവരെ, ഇന്ന മിൻ അലാമിസ് സഅതി വഅശ്റാതിഹാ, ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽ പെട്ടതാണ് അയ്യുതമനൽ ഖായിൻ, വഞ്ചകന്മാരെ വിശ്വസിക്കുന്ന കാലമുണ്ടാവുന്നത്, ചതിയന്മാരെ വിശ്വസിക്കുക. വഅയ്യുഖവ്വനൽ അമീൻ, വിശ്വസ്തരായ ആളുകളെ വിശ്വസിക്കാതിരിക്കുക. വിശ്വസ്തരായ ആളുകളെ ചതിയന്മാരെന്ന് വിളിക്കുക, ചതിയന്മാരായ ആളുകളെ വിശ്വസ്തരെന്ന് വിളിക്കുക. ചതിയന്മാരായ ആളുകളെ വിശ്വസിക്കുക. ചതിയന്മാരായ ആളുകളെ വിശ്വസിച്ചിട്ടാണല്ലോ വീണ്ടും അധികാരത്തിൽ വരുന്നത്. എവിടെയായാലും എന്തായാലും ചതിയന്മാരായ ആളുകളുടെ കൂടെ ആളുകൾ കൂടുക. അവര് പറയുന്നതൊക്കെ ശരിയാണെന്ന് പറയുന്നത്, അവരുടെ ചതികളെല്ലാം കണ്ണും പൂട്ടി വിശ്വസിക്കുന്നത്. എന്നാൽ നല്ല വിശ്വസ്തരായ ആളുകളെ ആളുകൾ വിശ്വസിക്കാതിരിക്കുക, അവരെ ചതിയന്മാരെന്ന് പറയാം. ഈ ഒരു രീതിയിൽ ലോകത്തിന്റെ നിലനിൽപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലട്പലട്ടെന്ന് പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാ, അത് തകിടം മറിയാ. മനുഷ്യന്റെ നിലനിൽപ്പും ആ ഒരു ജീവിതശൈലിയൊക്കെ പരസ്പരം എന്ത് ചെയ്യാ, തകിടം മറിയുന്ന, ഓപ്പോസിറ്റ് ആവുക. ഏതുപോലെ? ഒന്നുമില്ലാത്ത, കാലിൽ ചെരുപ്പ് ധരിക്കാൻ കഴിയാത്ത ആട്ടിടയന്മാരായ ആളുകൾ ബിൽഡിങ്ങുകൾ നിർമ്മിക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു കാലം വരുമെന്ന് പറഞ്ഞതുപോലെ, കാലിൽ ചെരുപ്പ് ധരിക്കാൻ കഴിയാത്ത, ചെരുപ്പിടാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്തവർ, ആടിനെ മേച്ച് നടന്നിരുന്ന പട്ടിണിപ്പാവങ്ങളായ ആളുകൾ, വസ്ത്രം പോലും മര്യാദക്ക് ധരിക്കാൻ കഴിയാത്ത ആളുകൾ ബിൽഡിങ്ങുകൾ നിർമ്മിക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു കാലം കടന്നു വന്നാൽ അത് ലോകാവസാനത്തിന്റെ ലക്ഷണമാണെന്ന് പറഞ്ഞില്ലയോ? അഥവാ കാലങ്ങൾ പരസ്പരം തകിടം മറിയ, ഇവിടുത്തെ എല്ലാ സ്വഭാവവും തകിടം മറിയുന്ന ഒരു കാലം വരിക. അങ്ങനെ ഒരു കാലം വരുന്നത് ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളമാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു. അൻതുവാസ്വലൽ തുബാഖ് വഅൻ തുഖ്തഅൽ അർഹാം. അൻതുവാസ്വലൽ തുബാഖ് എന്ന് പറഞ്ഞാൽ ഡിവൈസുകളോട് നമ്മൾക്ക് ബന്ധമുണ്ടാവുക. ചാനലുകളും സാറ്റലൈറ്റുകളും മൊബൈൽ ഫോണുകളും ബ്ലൂടൂത്ത് കണക്ഷനുള്ള എയർപോർട്ടുകളും എല്ലാം നമ്മുടെ ബന്ധങ്ങൾ ഈ ഇൻസ്ട്രുമെന്റ്സിനോടാവുക, ഡിവൈസുകളോട്, മൊബൈലിനോട് ബന്ധം ഉണ്ടാവുക. വതുഖ്തഅൽ അർഹാം, കുടുംബത്തോടുള്ള ബന്ധം കുറയുക. സമയം ചെലവഴിക്കുന്നത് മൊബൈൽ ഫോണിലാണ്. സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ സമയമില്ല. അല്ലേ? ഒരു ഡിലേ കൊടുക്കൊരു 3 സ്റ്റെപ്പായിട്ട്. സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ സമയമില്ല. പിന്നെയോ ബന്ധം 24 മണിക്കൂറും സാറ്റലൈറ്റുകൾ, ചാനലുകൾ, TV, മൊബൈൽ ഫോൺ പോലെയുള്ള ഈ നമ്മുടെ ഉപകരണങ്ങളോട്, ഇലക്ട്രിക്കൽ ഉപകരണങ്ങളോട് എന്തുണ്ടാവുക? ബന്ധമുണ്ടാവുക.
നമ്മുടെ ഈ പഴയ കാലത്ത് കൊടകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, കൊടകൾ, ടി വിക്ക് വേണ്ടിയിട്ടുള്ള കൊടകൾ ഉണ്ടായിരുന്നു. അതിനൊക്കെയാണ് പ്ലേറ്റ് പാത്രങ്ങൾ എന്ന് പറയാം. അതുപോലെയുള്ള നമ്മുടെ ഈ നാട്ടിലുള്ള ടെക്നോളജിയുടെ പിന്നാലെ നമ്മൾ പോയി, ടെക്നിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ പിന്നാലെ പോയി, സദാസമയവും ഫേസ്ബുക്കിലൂടെ നമ്മൾക്ക് എത്രയോ ചങ്ങാതിമാരുണ്ട്. സ്വന്തം ചങ്ങാതിയോട് നേരിട്ട് മിണ്ടാൻ സമയമില്ല, വാട്സപ്പിലൂടെ എത്രയും ചാറ്റ് ചെയ്യും. ഭാര്യയോട് നേരിട്ട് മിണ്ടാൻ സമയമില്ല, വാട്സപ്പിലൂടെ എത്രയും ചാറ്റ് ചെയ്യും. ഇഷ്ടംപോലെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ടാകുമെന്നാൽ ജീവിതത്തിൽ വിളിച്ചാൽ കിട്ടുന്ന ചങ്ങാതിമാരുണ്ടാവൂല, ഉപകരിക്കുന്ന ചങ്ങാതിമാരുണ്ടാവൂല. ഇങ്ങനെ മനുഷ്യന്റെ ബന്ധങ്ങളൊക്കെ ഓൺലൈനായി മാറി. യഥാർത്ഥ ബന്ധങ്ങൾ മുറിഞ്ഞുകൊണ്ടിരിക്കുക. സ്വന്തം പിതാവിനെ അല്ലാതെ പിതാവിന്റെ അനുജന്മാരെ അവരൊന്ന് സന്ദർശിക്കാറില്ല, അഥവാ അളാപ്പമാരെ, മൂത്താപ്പമാരെ, അമ്മായിമാരെ. ജീവിതത്തിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരായ, നമ്മുടെ രക്തങ്ങളായ ഉപ്പയുടെ പെങ്ങന്മാർ, ഉപ്പയുടെ ജേഷ്ഠന്മാർ, ഉമ്മയുടെ ജ്യേഷ്ഠന്മാരും ഉമ്മയുടെ സഹോദരങ്ങളും സഹോദരിമാരും, നമ്മുടെ ഏറ്റവും അടുത്ത രക്തബന്ധമുള്ള ആളുകളോട് പോലും ബന്ധമില്ല. സ്വന്തം ജ്യേഷ്ഠനോട്, സ്വന്തം സഹോദരിയോട് ഇങ്ങനെ ബന്ധമില്ലാതെ നമ്മൾ വെറും മൊബൈൽ ഫോൺ പോലെയുള്ള ഇൻസ്ട്രുമെന്റുകളുമായുള്ള ബന്ധം സ്ഥാപിക്കുന്ന ഒരു കാലം വരും. സാറ്റലൈറ്റ് സംവിധാനങ്ങൾ, ടിവിയുമായുള്ള ബന്ധങ്ങളുള്ള ഒരു കാലം വരും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തദ്ഖുലു ഫിത്നതുൻ ഫീ കുല്ലി ബൈതി മദരിൻ വഹജർ. എല്ലാ വീടുകളിലേക്കും ഒരു ഫിത്ന വരാനുണ്ട്. എല്ലാ വീടിലും വരും. അത് മണ്ണിട്ട വീടായാലും ഓലമേഞ്ഞ വീടായാലും ടെറസിന്റെ വീടായാലും എല്ലാ വീടുകളിലേക്കും വരുന്നൊരു ഫിത്ന ലോകാവസാനത്തോടടുക്കുമ്പോൾ ഉണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാ ഫിത്ന? ടെറസിട്ട വീടുകളിലും കാണാം, ഓലമേഞ്ഞ വീടുകളിലും കാണാം, ടാർപ്പായുള്ള വീടിലും കാണാം. ഏത് ചെറിയ ചെറിയ ചെറ്റക്കൂരകളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഫിത്ന എല്ലാ വീടുകളിലേക്കും കയറുമെന്ന് പറഞ്ഞു. അത് ഒന്നുകിൽ മൊബൈലാണ്, അല്ലെങ്കിൽ ടി വിയാണ്. ടി വി ഇല്ലാത്ത വീടുകളില്ല. ഈ മൊബൈലിന്റെ ആധിക്യം ഇന്ന് ടി വിയുടെ വില കുറഞ്ഞുവെങ്കിലും, ടി വിക്ക് പ്രസക്തിയില്ലെങ്കിലും, ചാനലുകൾക്ക് പ്രസക്തിയില്ലെങ്കിലും, ഇന്നിപ്പോ ആരാ ചാനൽ നോക്കിയിരിക്കുക? എല്ലാം മൊബൈൽ ഫോണിലുണ്ട് അല്ലെ? ഏത് ചാനൽ വേണമെങ്കിലും മൊബൈൽ ഫോണിൽ കിട്ടും. ജിയോ ഫ്രീ ഓഫറുകളുമായി നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ട് ഇവിടെയുള്ള എല്ലാ ടെലകോം കമ്പനികളെയും സാമ്പത്തികമായ തകർച്ചയുണ്ടാക്കി അവസാനം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ ഒരൊറ്റ ഒരു ടെലകോം കമ്പനിയായി ജിയോ മാറുന്ന ഒരു കാലം വരും. നിങ്ങൾ ആലോചിക്കണം, ഇതൊക്കെ സാധ്യതകളാണ്. ഒരൊറ്റ ഒരു കമ്പനി നമ്മുടെ നാട്ടിലുണ്ടാവുള്ളൂ, അത് ജിയോ ആയിരിക്കും. BSNL രാജ്യത്തിന്റെ പുത്രനാണ്, ഈ രാജ്യത്തിന്റെ അഭിമാനപുത്രനാണ് BSNL. അതുപോലും സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് പൂട്ടാൻ നിൽക്കുകയാണ്. എയർ ഇന്ത്യ ഈ രാജ്യത്തിന്റെ പുത്രനാണ്, ഈ രാജ്യത്തിന്റെ അഭിമാനമാണ്, പക്ഷേ കടം കൊണ്ട് പൂട്ടാനിരിക്കുകയാണ്. ഇന്ത്യയുടെ എല്ലാ സമ്പാദ്യങ്ങളും വിറ്റഴിച്ച് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എല്ലാം കൊടുത്തു. അവസാനം നിങ്ങൾ നോക്കിക്കോളൂ, ഒരു ടെലകോം ഒരൊറ്റ ഒരു കമ്പനിയെ നമ്മുടെ നാട്ടിലുണ്ടാവുള്ളൂ. അങ്ങനെയുണ്ടായാൽ അവർ തീരുമാനിക്കും ഈ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള നിലനിൽപ്പ്. ഇപ്പൊ രാജ്യത്തിന്റെ ഇന്റർനെറ്റൊക്കെ നിങ്ങൾ ഒഴിവാക്കിയെന്ന് വിചാരിക്കാം. ഇപ്പൊ ഈ കേരളത്തിലുള്ള ഇന്റർനെറ്റ് സംവിധാനം ഒഴിവാക്കിയെന്ന് വിചാരിക്കാം. എയർടെൽ പോയി, ഐഡിയ പോയി, വോഡഫോൺ പോയി, ജിയോ മാത്രമേ ഉള്ളൂ. എല്ലാവരുടെ കയ്യിലും ജിയോ ആണ്. അംബാനി വിചാരിച്ചു, അംബാനിക്ക് ഓർഡർ കിട്ടി കേരളത്തിലുള്ള ഇന്റർനെറ്റ് കണക്ഷനൊക്കെ ഒഴിവാക്കണം. പിന്നെ നമ്മൾക്ക് പരസ്പരം കാണാൻ കഴിയുമോ? എന്താണ് കാസർഗോഡ് നടക്കുന്നത്, എന്താണ് കോഴിക്കോട് നടക്കുന്നത്, എന്താണ് കണ്ണൂർ നടക്കുന്നത്? അങ്ങനെ നമ്മൾ സ്തംഭിച്ചു പോകും. അത്തരം അവസരം വന്നാലും സ്തംഭിക്കരുത്. 1921 ജിയോ ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ മലബാർ കലാപവും മലബാർ ലഹളവും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയപ്പോഴൊന്നും ഇവിടെ ഇന്റർനെറ്റ് കണക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സ്തംഭിക്കുകയോ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒരുമിച്ച് നിൽക്കാനുള്ള വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. കുടുംബബന്ധം വിച്ഛേദിക്കുന്ന കാലം, അഥവാ ബിസിനസിന് വേണ്ടിയിട്ട്, പൈസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ സ്വന്തം ജ്യേഷ്ഠനെയും അനുജനെയും തള്ളിപ്പറയുന്നത്. ജ്യേഷ്ഠനായിരിക്കും എല്ലാ സമ്പത്തുണ്ടാക്കിയത്. നിങ്ങൾ ഇങ്ങനെ എത്ര സംഭവങ്ങൾ കുടുംബത്തിലൊക്കെ നടക്കുന്നുണ്ടെന്നറിയോ? ജ്യേഷ്ഠനാണ് ഇവിടെ ബിസിനസ് ഒക്കെ ഉണ്ടാക്കിയത്, ജ്യേഷ്ഠനായിരിക്കും. എന്നിട്ട് ജ്യേഷ്ഠൻ ഓരോ അനുജന്മാരെ ഏൽപ്പിക്കും. 4 അനുജന്മാരുണ്ടെങ്കിൽ 4 ആളുകൾ ഏൽപ്പിക്കും. ഇത് നീ നോക്കോ, അത് നിന്നോയ്ക്കോ, അത് നിന്നോയ്ക്കോ. അങ്ങനെ ഓരോ ആളുകളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കും. അവസാനം ജ്യേഷ്ഠന് വയസ്സായി, ഈ 4 അനുജന്മാർക്കും മക്കളായി. ജ്യേഷ്ഠനും മക്കൾ വയസ്സായി, എല്ലാവർക്കും വയസ്സായി. ജ്യേഷ്ഠനായിക്കോട്ടെ ആദ്യം വയസ്സാവുക. ആ സമയത്താണ് ജ്യേഷ്ഠൻ കൊടുത്ത സ്ഥാപനങ്ങളാണ് ഇതൊക്കെ. ഇതിന്റെയൊക്കെ അവകാശി ജ്യേഷ്ഠനാണ്.
പക്ഷെ താൽക്കാലികമായി നോക്കാൻ നൽകിയതാണ്. എന്നാൽ ഈ ജ്യേഷ്ഠന്റെയും ഈ മക്കൾക്കും എതിരെയായിരിക്കും ജ്യേഷ്ഠന്റെ അനുജന്മാരുടെ മക്കൾ തിരിയുന്നത്. ഈ മക്കൾക്കൊരു ബന്ധം ഉണ്ടാവില്ല ഇതില്. ഈ മക്കൾക്ക് ഇതിലൊരു അവകാശം പോലും പറയാനുണ്ടാവില്ല. മക്കൾക്ക് ഇതിന്റെ ചരിത്രം അറിയില്ല. ഇത് എന്റെ മൂത്താപ്പ എന്റെ ഉപ്പാക്ക് കൊടുത്താണെന്നുള്ള ചരിത്രം അറിയില്ല. എന്നാൽ ഈ മക്കളായിരിക്കും ഭാവിയിൽ മൂത്താപ്പയോട് പോരാടുന്നത്, മൂത്താപ്പയുടെ സമ്പത്തും കൂടി കൈക്കലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അവകാശം ചോദിക്കുന്നത്, മൂത്താപ്പയുടെ മക്കളുടെ വരുമാനം കണ്ടിട്ട് അതിൽ അസൂയ കണ്ടിട്ട് അത് ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണെന്നുള്ള ചോദ്യം ചെയ്യുന്നത് അനുജന്മാരുടെ മക്കളായിരിക്കും. ആരെ സത്യത്തിൽ ഇതൊക്കെ ഉണ്ടാക്കിയത്? മൂത്ത ജ്യേഷ്ഠനാണ്. എങ്ങനെ സമ്പത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി കുടുംബങ്ങൾ പോലും തെറ്റി നിൽക്കുന്ന, കലഹിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ സോഷ്യൽ മീഡിയകളിൽ സജീവമാണ്, ഫേസ്ബുക്കിൽ സജീവമാണ്, വാട്സപ്പിൽ സജീവമാണ്, ടിവിക്ക് മുമ്പിൽ സജീവമാണ്, ചാനലുകൾക്ക് മുമ്പിൽ സജീവമാണ്. അങ്ങനെ ഒരു കാലം കടന്നു വരുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ നബി തങ്ങൾ പറഞ്ഞു, ഇബ്ന മസ്ഊദ്, അല്ലയോ മസ്ഊദ് എന്നവരെ, ഇന്ന മിൻ അലാമിസ് സാഅതി വഅശ്റാതിഹാ, ലോകാവസാനത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അയ്യസൂദ കുല്ല ഖബീലത്തിൻ മുനാഫിഖൂഹാ വകുല്ല സൂഖിൻ ഫുജ്ജാറുഹാ, ഓരോ നാടുകളെ മുനാഫിഖീങ്ങളായ ആളുകൾ ഭരിക്കുന്നത്, കപടവിശ്വാസികൾ ഭരിക്കുന്നത്. കുല്ല ഖബീലത്തിൻ മുനാഫിഖൂഹാ, ഗോത്രങ്ങളുടെ ഉത്തരവാദിത്തം, കുടുംബങ്ങളുടെ ഉത്തരവാദിത്തം, മഹല്ലിന്റെ ഉത്തരവാദിത്തം, നാടിന്റെ ഉത്തരവാദിത്തം തെമ്മാടികളുടെ കയ്യിലുണ്ടാവുന്നത്. അള്ളാഹുവിനെ പേടിയില്ലാത്തവർ പള്ളിയുടെ ഭരണാധികാരികളാവുന്ന കാലം വരും. അള്ളാഹുവിനെ പേടിയില്ലാത്തവർ മുനാഫിഖ് എന്ന് പറഞ്ഞാൽ രണ്ട് കാലിൽ തോണി വെക്കുന്നവരാ, രണ്ട് തോണിയിൽ കാല് വെക്കുന്നവർ എന്നർത്ഥം. മുനാഫിഖീങ്ങൾ അവരെ രാഷ്ട്രീയ നേതാക്കന്മാരായി കാണാം, അവരെ സംഘടനാ നേതാക്കന്മാരായി കാണാം, അവരുടെ പള്ളിയുടെ മഹല്ലിന്റെ നേതാക്കന്മാരായി കാണാം. അവരെന്ത് ചെയ്യും? മുനാഫിഖീങ്ങളാണ് സത്യത്തിൽ. ഇയാളോട് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, ഇയാളോട് വന്നിട്ട് പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, ഇയാളോട് അയാളെ കുത്തി കൊടുക്കും, ഇയാളോട് ഇയാളെ ഫിത്ന ഉണ്ടാകും. ഇങ്ങനെ ഫിത്നയുമായി നടക്കുന്ന നേതാക്കന്മാർ സംഘടനാ നേതാക്കന്മാരിൽ ഉണ്ടാകും, രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ടാകും. അങ്ങനെയൊക്കെ ഉണ്ട്. പാർട്ടി ഒന്ന് തന്നെയാണ്, പക്ഷെ പാർട്ടിക്കുള്ളിൽ 4-5 ഗ്രൂപ്പുകൾ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? പാർട്ടി ഒന്നാണ്, പാർട്ടിക്കുള്ളിൽ 5 ഗ്രൂപ്പ്. അയാൾ പ്രസിഡന്റ് ആയാൽ ഞങ്ങൾ രാജിവെക്കും, ഇയാൾ സെക്രട്ടറി ആയാൽ ഞങ്ങൾ രാജിവെക്കും, എന്റെ ഇന്നാലിന്നവരെ സെക്രട്ടറി ആക്കണം, അയാളെ പ്രസിഡന്റ് ആക്കണം, ഇയാളെ ട്രഷറർ ആക്കണം. ഇങ്ങനെ ഓരോ ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന 5-6 ഗ്രൂപ്പുകൾ ഒരൊറ്റ ഒരു പാർട്ടിയിൽ, ഒരൊറ്റ ഒരു സംഘടനയിൽ ഇതേപോലെ 5 ഗ്രൂപ്പുകൾ. സംഘടന ഒന്നാണ്, സംഘടനയുടെ പേരൊന്നാണ്, പക്ഷെ ഉള്ളിൽ ഒരാൾക്ക് മറ്റൊരാളെ കണ്ടുകൂടാ. പ്രസിഡന്റിന് സെക്രട്ടറിയെ കണ്ടുകൂടാ, സെക്രട്ടറിക്ക് ട്രഷററെ കണ്ടുകൂടാ. മഹല്ലും അതുപോലെയാണ്, മഹല്ലിലെ പ്രസിഡന്റിന് സെക്രട്ടറിയെ കണ്ടുകൂടാ, സെക്രട്ടറിക്ക് പ്രസിഡന്റിനെ കണ്ടുകൂടാ. പരസ്പരം ജനങ്ങൾക്കിടയിൽ സെക്രട്ടറി വന്നിട്ട് പ്രസിഡന്റിന്റെ ഫിത്ന ഉണ്ടാക്കുക, പ്രസിഡന്റ് വന്നിട്ട് സെക്രട്ടറിയുടെ ഫിത്ന ഉണ്ടാക്കുക. അങ്ങനെ ജനങ്ങളെ, ആൾക്കൂട്ടങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന രീതിയിൽ മുനാഫിക്കീങ്ങളുടെ കൈകളിലേക്ക് അധികാരം വരുന്നത്, മുനാഫിക്കീങ്ങളായ ആളുകളുടെ കൈകളിലേക്ക് അധികാരം വരുന്നത് അയ്യസൂദ കുല്ല ഖബീലത്തിൻ മുനാഫിഖൂഹാ വകുല്ല സൂഖിൻ ഫുജ്ജാറുഹാ. എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിനു വേണ്ടി ആദർശം പണയം വെക്കുന്നത് കാണാൻ കഴിയും. അധികാരത്തിന് വേണ്ടി പഞ്ചായത്ത് നിലനിർത്താൻ, മുനിസിപ്പാലിറ്റി നിലനിർത്താൻ, അതുപോലെ മണ്ഡലങ്ങൾ നിലനിർത്താനൊക്കെ ആദർശം പണയം വെച്ച് നിരന്തരമായി എതിർത്തിരുന്ന ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രംഗങ്ങളൊക്കെ നിരന്തരമായി നമ്മൾക്ക് കാണാറുണ്ട്. അപ്പൊ ആദർശത്തിന് വിലയില്ല. ഇവിടെ വില എന്തിനാണ്? ആദർശത്തിന് വിലയില്ല. ആദർശത്തിന് തീരെ പ്രാമുഖ്യം നൽകാതെ അധികാരത്തിന് വേണ്ടി കളിക്കുന്ന ആളുകൾ, മുനാഫിക്കീങ്ങളായ തെമ്മാടികളായ ആളുകൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ നബി തങ്ങൾ പറഞ്ഞു, ഇബ്ന മസ്ഊദ്, ഇന്ന മിൻ അലാമിസ് സാഅതി വഅശ്റാതിഹാ, ലോകാവസാനത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അൻ തുസഖറഫൽ മഹാരീബ് വഅൻ തുഖറബൽ ഖുലൂബ്. ലോകാവസാനത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അൻ തുസഖറഫൽ മഹാരീബ്. നമ്മുടെ മെഹ്റാബുകൾ, നമ്മുടെ പള്ളികൾ അലങ്കരിക്കപ്പെടുന്ന ഒരു കാലം വരുന്നത്, പള്ളികൾ അലങ്കരിക്കപ്പെടുന്ന ഒരു കാലം വരുന്നത്. പള്ളികളൊക്കെ അലങ്കരിക്കുക, കോടികൾ പള്ളികൾക്ക് വേണ്ടി ചെലവഴിക്കുക,
2 കോടിയും 3 കോടിയും 4 കോടിയുടെയും 5 കോടിയുടെയും 15 കോടിയുടെയും വരെ പള്ളികൾ ഉണ്ടാവുക. ഞങ്ങൾക്ക് കാണാം, ഇനി വരുന്ന കാലങ്ങളിൽ എത്ര സാമ്പത്തിക മാന്ദ്യമുണ്ടായാലും നമ്മൾ പഠിക്കൂല. ഗൾഫ് രാജ്യത്ത് പ്രതിസന്ധിയാണ്. ഇറാൻ ബോംബ് സ്ഫോടനം നടത്തുമോ, അവർ യുദ്ധത്തിന് തയ്യാറാകുമോ എന്ന പേടിയിലാണ്. ഇറാനും അമേരിക്കയും യുദ്ധമുണ്ടായാൽ നഷ്ടം ഇറാനിന് മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അമേരിക്ക എന്താ ചെയ്യുക? അമേരിക്ക ഇറാനിൽ വന്നിട്ട് ഇറാനിന്റെ ചുറ്റുഭാഗങ്ങളിൽ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. അത് ഇറാനിനറിയാം, നഷ്ടം ഇറാനിനെ ഉണ്ടാവുള്ളൂ. ഇറാനും അമേരിക്ക യുദ്ധം ചെയ്താൽ എന്താ സംഭവിക്കാൻ പോവാ? അമേരിക്കക്ക് എന്താ നഷ്ടം? സാമ്പത്തികമായ നഷ്ടമുണ്ടാകും. പക്ഷേ ആ സാമ്പത്തിക നഷ്ടം ഇറാന് പിടിച്ചടക്കി അവരുടെ എണ്ണയിലൂടെ അവർ റിക്കവർ ചെയ്യും. മനസ്സിലായോ? പക്ഷേ ഇറാനിലുള്ള പൗരന്മാരുടെ ജീവിതം നഷ്ടമാകും. ഇറാഖ് എന്തായി? ചണ്ടിച്ചവറായി ഇറാഖ്. അഫ്ഗാൻ എന്തായി? വേസ്റ്റായി. അതേപോലെ ഇറാനിനെയും അവർ നശിപ്പിച്ചു കളയും. അവിടെയുള്ള കുഞ്ഞുമക്കൾ നിരന്തരമായി കേൾക്കുന്നത് സ്ഫോടനങ്ങളായിരിക്കും. അവിടെയുള്ള വീട്ടുകാർ കേൾക്കുന്നത് വെടിയൊച്ചകളായിരിക്കും. ഒരു ദിവസം പോലും വെടിയൊച്ചകൾ കേൾക്കാതെ, ഒരു ദിവസം പോലും സ്ഫോടനങ്ങളുടെ ശബ്ദം കേൾക്കാതെ ഇറാനുകാർക്ക് ഇനി കിടന്നുറങ്ങാൻ കഴിയില്ല. ഒരുപക്ഷെ അമേരിക്കയുടെ ഏതെങ്കിലും കുറച്ച് പട്ടാളക്കാർ അവർ കൊന്നു എന്ന് അവകാശപ്പെടും. അതേപോലെ തന്നെ കുറച്ച് ആയുധങ്ങൾ അവർ ചെലവഴിക്കും. എന്നിട്ട് നിരന്തരമായ പോരാട്ടം 2-3 മാസം കഴിഞ്ഞ് പട്ടാളക്കാരും ആയുധങ്ങളും തീർന്നുപോയാൽ അമേരിക്ക അവരെ പിടികൂടും. എന്നിട്ട് അവിടെയുള്ള എണ്ണയാണ് അവരുടെ സമ്പാദ്യം. ആ എണ്ണ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ എല്ലാ സമ്പത്തും അവർ തിരിച്ചുപിടിക്കും. അമേരിക്ക എന്ന രാജ്യത്തിലെ ഒരു പൗരന് പോലും അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല. കാരണം യുദ്ധം നടക്കുന്നത് അമേരിക്കയിലല്ല, ഇറാനിലാണ്. പ്രശ്നം ഇറാനിലെ പട്ടാളക്കാർക്ക് മാത്രമല്ല, ഇറാനിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മാത്രമല്ല, ഇറാനിലുള്ള സാധാ പൗരന്മാരാണ് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്. മുഅ്മിനീങ്ങളെ, ഞാൻ പറയുന്നത് ഇതൊരു ഇറാൻ അമേരിക്കയിൽ പോയിട്ടാ കളിക്കുന്നതെങ്കിൽ അമേരിക്കക്കാർക്ക് നഷ്ടം ഉണ്ടാവും. അവിടുത്തെ പൗരന്മാർക്കൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകും, ആശങ്ക ഉണ്ടാവും. എന്നാൽ അങ്ങനെയല്ലല്ലോ. ഇവിടെ നടന്ന യുദ്ധങ്ങളൊക്കെ എന്താണ്? ഏത് യുദ്ധമായാലും, അഫ്ഗാൻ ആയാലും ഇറാഖ് ആയാലും, അമേരിക്കക്കാർ ചുറ്റുഭാഗത്തും താവളടിക്കുക, ആളില്ലാ വിമാനങ്ങൾ ആകാശത്തുകൂടെ നിരന്തരമായി ബോംബ് സ്പർശിക്കുക. പൈസ ഉള്ള ആൾക്ക് ജയിക്കാന്ന് ഉറപ്പല്ലേ? അതിന് ധൈര്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. പൈസ ഉള്ള ആൾക്ക് ജയിക്കുക, അത്രയേ ഉള്ളൂ. നല്ല സമ്പത്തുള്ളവർക്ക് ആളില്ല ഡ്രോൺ വിമാനങ്ങൾ വാങ്ങാൻ പറ്റും. ഡ്രോൺ പൈലറ്റ് ഇല്ലാത്ത വിമാനാണ്. സുലൈമാനിനെ വധിച്ചത് പൈലറ്റ് ഇല്ലാത്ത വിമാനാണ്. ആ വിമാനത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ 5000 അടികൾ മുകളിലേക്ക് അത് പോകാൻ പറ്റും. അത് മുകളിലുണ്ടെങ്കിൽ താഴെയുള്ള ആൾക്ക് കാണൂല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ മുകളിൽ ഒരു ഡ്രോൺ വിമാനമുണ്ട്, നിങ്ങൾക്ക് ആർക്കും അത് കാണുന്നില്ല. പക്ഷെ അതിന് നിങ്ങളെ ശക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് ഈ വാദിന് വന്ന ഒരാളെ വെടിവെച്ചിട്ട് വീഴ്ത്തണം എന്ന് കമ്പ്യൂട്ടറിൽ നിന്ന് തീരുമാനിക്കാൻ. അപ്പൊ ഡ്രോൺ വിമാനം മുകളിൽ ഇങ്ങനെ കറങ്ങി, നമ്മളാരും കാണുന്നില്ല, നമ്മുടെ സദസ്സിലുള്ള ഒരാൾക്ക് വെടിവെച്ചു, തീർന്നു. എന്തെങ്കിലും നഷ്ടമുണ്ടോ അവർക്ക്? ഇനി ആ ഡ്രോൺ വിമാനം വരെ കാണുന്നില്ല. ഇനി ആ ഡ്രോൺ വിമാനം തകർന്നു വീണാൽ ആളപായുണ്ടോ? കുറച്ച് പൈസ നഷ്ടാവുന്നുള്ളൂ. ആ പൈസ പിന്നെ എണ്ണയിലൂടെ അവർ കവർ ചെയ്യും. അപ്പൊ ഈ ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധമുണ്ടായ നഷ്ടം ഇറാനിനാണ്. സാമ്പത്തികമായിട്ട് അമേരിക്കക്ക് എത്ര നഷ്ടം ഉണ്ടായാലും അതവർ ഈ ഇറാന് പിടിച്ചിട്ട് അത് അവർ കീഴടക്കും, അത് റീകവർ ചെയ്യും. നഷ്ടം മുഴുവൻ ഇറാനാണ്. അത് മാത്രമാണോ? GCC രാഷ്ട്രങ്ങൾക്ക് മുഴുവനും അത് അപകടമാണ്. ദുബായിലും അതുപോലെ സൗദിയിലും എല്ലാ രാജ്യങ്ങളിലുമുള്ള ആളുകളും ആശങ്കയിലാണ്. ഇങ്ങനെയൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയും വലിയ ഒരു ഭീകരാവസ്ഥയും നമ്മുടെ മുമ്പിൽ GCC രാഷ്ട്രങ്ങളിലുള്ളവർക്ക് വലിയൊരു യുദ്ധത്തിന്റെ പ്രതീതിയാണ്. ഈ രാജ്യത്തുള്ളവർക്ക് വലിയൊരു പൗരത്വത്തിന്റെ പേടിയാണ്. ഇങ്ങനെ ആശങ്കയോടെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ പള്ളികളൊക്കെ 15 കോടി ചെലവഴിച്ച് പള്ളി ഉണ്ടാകുന്നത്. അതേപോലെ കോടികൾ ചെലവഴിച്ച് കല്യാണങ്ങൾ നടത്തുന്നതിനൊന്നും എതിരല്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ അതിനനുസരിച്ച് പെരുമാറാൻ നമ്മൾ തയ്യാറാവണം. അഥവാ ധൂർത്ത് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നത് ധൂർത്തല്ല. നിങ്ങൾ ധൂർത്തി കല്യാണം, വലിയ കല്യാണം എന്ന് പറഞ്ഞ് നല്ല ഭക്ഷണം കഴിച്ചതുകൊണ്ടൊന്നും ധൂർത്തും ഇസ്രാഫൊന്നും ആവൂല. പിന്നെ എപ്പോഴാണ് ഈ ഇസ്രാഫൊക്കെ ആവുന്നത്? ഹറാമ് സംഭവിക്കുമ്പോഴാണ് ഒരു വിവാഹം ധൂർത്താവുന്നത്. ഹറാമ് സംഭവിക്കണം, അവിടെ ഗാനമേളകൾ ഉണ്ടാവണം, അവിടെ നൃത്തങ്ങൾ, ആണും പെണ്ണും കൂടിക്കലരുന്ന നൃത്തങ്ങൾ ഉണ്ടാവണം, കള്ളുകുടിയും മയക്കുമരുന്നും അവിടെ ഉണ്ടാവണം. ഇങ്ങനെ അള്ളാഹുവിനെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ മുസ്ലിമീങ്ങൾ വിവാഹങ്ങളും അതേപോലെ തന്നെ വലിയ വലിയ പ്രോഗ്രാമുകളും സംഘടിപ്പിക്കുന്നത് ഏത് സമയത്താണിത്? ജനങ്ങളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമയത്ത് തീരെ ശ്രദ്ധിക്കാതെ നമ്മൾ എന്താവുന്നത്? സുഖലോലുപതയിൽ മയങ്ങുന്നത് ഒരിക്കലും ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കണം.
വഅൻ തുസഖ്റഫൽ മഹാരീബ് വഅൻ തുഖറബൽ ഖുലൂബ്. മെഹ്റാബുകൾ അലങ്കരിക്കപ്പെടുകയും പള്ളി വളരെ മനോഹരമായി കോടികൾ ചെലവഴിച്ചതാവുക, പക്ഷേ ഹൃദയത്തിൽ ഒന്നുമില്ലാതിരിക്കുക. നിസ്കരിക്കാൻ വരുന്നവർക്ക് പേടിയില്ല, തഖ്വയില്ല, അള്ളാഹുവിനെ ഭയമില്ല. തീരെ അള്ളാഹുവിനെ ഭയമില്ലാത്തവരായി മനുഷ്യന്മാർ മാറുക. ഖൽബ് ഒന്നുമില്ലാത്ത വെറും ചണ്ടിപിണ്ടയായുള്ള ഒരു കൽബുകളായി, ഹൃദയങ്ങളായി നമ്മുടെ കൽബുകൾ മാറുന്നത്. ഇങ്ങനെയൊക്കെ കാലങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരും. എന്നാൽ ഒരു പള്ളി കെട്ടുന്നത് തെറ്റാണോ? തെറ്റൊന്നല്ല. വലിയൊരു പള്ളിയിട്ട തെറ്റാണോ? അല്ല. പള്ളിക്ക് വേണ്ടി സഹായിക്കുക തെറ്റാണോ? അല്ല, കൂലിയുള്ള കാര്യമാണ്. പക്ഷെ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. വലിയ വലിയ പള്ളികൾ ഉണ്ടാകുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഇപ്പൊ ഞാൻ തന്നെ ഏകദേശം ഒരു 5 കോടിയുടെ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ഉദ്ഘാടനം മീൻസ് അവിടെ ഒരു പ്രഭാഷണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു 7 കോടിയുടെ പള്ളി ഉദ്ഘാടനത്തിന് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഇനി അവിടെ അതേപോലെ ചില 15 കോടിയുടെ പള്ളി കെട്ടാൻ തുടങ്ങിയതറിയാം. അപ്പം ഇങ്ങനെ പള്ളിയൊക്കെ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ ചിലവച്ച് കെട്ടേണ്ട ആവശ്യമുണ്ടോ? ഒരു 1 കോടിയിലൊക്കെ ഒതുക്കിക്കൂടെ? അതിൻ്റെ ആവശ്യമില്ല. ഈ 15 കോടി കൊണ്ട്, ഒരു 14 കോടി കൊണ്ട് എന്തൊക്കെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും? എത്ര കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ പറ്റും? എത്ര ആളുകളെ പഠിപ്പിച്ച് ഉയർത്താൻ പറ്റും? അപ്പം അതുകൊണ്ട് ഈ കുറേ ചെലവഴിച്ച് പള്ളികൾ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ കാലം വരും. നീ പറഞ്ഞാലും പറഞ്ഞില്ല, ഇതൊക്കെ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. പിന്നെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന മിൻ അലാമിസ് സഅതി വഅശ്റാതിഹാ, ലോകാവസാനത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അയ്യകൂനൽ മുഅ്മിനു ഫിൽ ഖബീലതി അദല്ല മിനൻ നഖദ്, മുഅ്മിനീങ്ങൾക്ക് തീരെ വിലയില്ലാതിരിക്കുക. അള്ളാഹുവിനെ പേടിയുള്ള സത്യവിശ്വാസികൾക്ക് തീരെ വിലയില്ലാതിരിക്കുക. തീരെ വിലയില്ലാതിരിക്കുക. ഒരു കുടുംബത്തിലായാലും, നാട്ടിലായാലും, സമൂഹത്തിലായാലും, പാർട്ടിയിലായാലും, സംഘടനയിലായാലും അള്ളാഹിനെ പേടിയുള്ള ആൾക്ക് വിലയില്ല. പിന്നെ വില ആർക്കാ? ഗെയിം കളിക്കുന്ന ആൾക്ക്, ഡബിൾ ഗെയിമിന്റെ ആളുകൾക്കൊക്കെ വില. പൈസയുള്ളവന് വില, ഗെയിമിന്റെ ആളുകൾക്കാണ് വില. വ്യക്തമായ ഗെയിമുകളിലൂടെ സ്ഥാനങ്ങൾ കുതിക്കുന്ന ആളുകൾ, ആസൂത്രണം ചെയ്യുന്ന ആളുകൾ, അതുപോലെ സാമ്പത്തിക അഭിവൃദ്ധിയുള്ള ആളുകൾ, അവർക്കൊക്കെയാണ് വില. തഖ്വയുള്ള ആളുകൾക്ക് തീരെ വിലയില്ല. വലിയ വലിയ ഉസ്താദന്മാരൊക്കെ പലരും കൊണ്ടെടുക്കൂലേ? പല ആളുകൾ ഉസ്താദന്മാരെ കൊണ്ടെടുക്കും. എന്താ ഇപ്പോൾ ദീനോട് സ്നേഹമുള്ളതുണ്ടെങ്കിൽ തോന്നുന്നുണ്ടോ? എന്ന് പറയുന്ന ഉസ്താദന്മാരായാലും, വലിയ വലിയ ഏത് ഉസ്താദന്മാരായാലും, വലിയ വലിയ മുതലാളിമാരൊക്കെ കൊണ്ടെടുക്കും. ആരായാലും കൊണ്ടെടുക്കും. അതൊക്കെ ഇപ്പോൾ ദീനോട് സ്നേഹമുള്ളതുകൊണ്ടാ? അപ്പോൾ ദീനോട് സ്നേഹം ഉണ്ടെങ്കിൽ അവർ ഏറ്റവും നല്ല ദീനുള്ള എത്രയോ ഉസ്താദന്മാരില്ലേ? അവർ സ്റ്റേജിലൊന്നും കയറൂല, അവർ വേദമൊന്നും പറയില്ല, അവരാർക്കും അറിയില്ല. പക്ഷെ വല്ലാത്ത തഖ്വയായിരിക്കും. അങ്ങനെയുള്ള ആളല്ല കൊണ്ടെടുക്കേണ്ടത്. ദീനോടാണ് സ്നേഹമെങ്കിൽ അങ്ങനെയുള്ള ആൾ കൊണ്ടെടുക്കില്ല. കൊണ്ടെടുത്തിട്ട് കാര്യമില്ല. കാരണം എന്താ? നാലാൾ അറിയില്ല. ഞാൻ പറയുന്നത് മനസ്സിലായ? തഖ്വയാണ് ഈ കൊണ്ട് നടക്കുന്ന ആൾ. ദീനി സ്നേഹമൊക്കെ ആണെങ്കിൽ മൗലമാരെന്നല്ലല്ലോ ഇപ്പോൾ കൊണ്ടിറക്കേണ്ടത്. വേദം പറയുന്ന ഞാനടക്കമുള്ള ആളുകൾ ഒരു തഖ്വയുള്ള ആളൊന്നല്ലല്ലോ. എത്രയോ തഖ്വയുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. താഴെഘട്ടത്തിലൊക്കെ സ്റ്റേജിലും മൈക്കിലൊന്നും വരാതെ തഖ്വയുള്ള ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. എന്നാൽ അവരൊന്നും കൊണ്ടെടുക്കാതിരിക്കും. കാരണം എന്താ? അപ്പോൾ ഈ സ്റ്റേജിൽ കൊണ്ട് നടന്നാൽ ചിലപ്പോൾ പേര് പറയും, ചിലപ്പോൾ 4 മുഖസ്തുതി പറയും, ചിലപ്പോൾ സ്ഥലത്ത് പൊക്കി പറയും. അപ്പോൾ അതന്നെ ദുനിയാവിന് വേണ്ടിയിട്ടാണ്. അതും ദുനിയാവിനാണ് ലക്ഷ്യം, അല്ല ആഖിറ ലക്ഷ്യം വെച്ചിട്ടൊന്നുമല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തഖ്വയുള്ള ആളുകൾക്ക് വിലയില്ലാതിരിക്കുക. തഖ്വയുള്ള ആളുകൾക്ക് തീരെ വിലയില്ലാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യകൂനൽ മുഅ്മിനു ഫിൽ ഖബീലതി അദല്ല മിനൻ നഖദ്, മുഅ്മിനീങ്ങളായ ആളുകൾ, സത്യവിശ്വാസികളായ ആളുകൾക്ക് ഒരു കുടുംബത്തിലോ, ഒരു ഗോത്രത്തിലോ, ഒരു തറവാടിലോ, ഒരു നാടിലോ തീരെ വില ലഭിക്കാത്ത ഒരു കാലം വരുന്നത്, അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു, അയ്യക്തഫിയർ റിജാലു ബിർരിജാൽ വന്നിസാഉ ബിന്നിസാ, ആണ് ആണിനെ വിവാഹം കഴിക്കുന്നത്, പെണ്ണ് പെണ്ണിനെ വിവാഹം കഴിക്കുന്നത്. കേരളത്തിൽ 2, 3, 4 ദിവസം മുമ്പ് ഒരു വിവാഹം നടന്നു. ഒരാണും ഒരു പെണ്ണും, ഒരു മുസ്ലിമായ ഒരു ചെറുപ്പക്കാരനും ഒരു ഹിന്ദുവായൊരു ചെറുപ്പക്കാരനും വിവാഹം കഴിഞ്ഞു. 2ാം വിവാഹമാണ്. 4 വർഷം മുമ്പ് മറ്റൊരു വിവാഹം നടന്നു കേരളത്തിൽ. ആണും ആണും വിവാഹം കഴിക്കുക, പെണ്ണും വിവാഹം കഴിക്കുക. ഇതൊക്കെ ലോകാവസാനത്തിന്റെ അടയാളമാണ്. ദാമ്പത്യ ജീവിതം നയിക്കാൻ ആണും പെണ്ണും വിവാഹം കഴിച്ചിട്ട് ഔദ്യോഗികമായിട്ട് വിവാഹം കഴിക്കുക, രേഖകൾ സഹിതം.
സവ്വജതുക, ഞാൻ നിന്നെ വിവാഹം കഴിപ്പിച്ചു തന്നു എന്ന് ഉപ്പ മകളെ കുറിച്ച് പറയില്ലേ, ഞാൻ എൻ്റെ മകളെ നിനക്ക് കെട്ടിച്ചു തന്നു, അതേപോലെ ഞാൻ എൻ്റെ മകനെ നിനക്ക് കെട്ടിച്ചു തന്നു എന്ന് പറയാം. ആണിന് വിവാഹം കഴിക്കുക, എന്നിട്ട് ദാമ്പത്യ ജീവിതം നയിക്കുക. സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ നിരന്തരമായിട്ട് കേരളത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതൊന്നും എതിരെ പ്രസംഗിക്കാൻ പാടില്ല എന്ന് സത്യത്തിൽ. അങ്ങനെ പ്രസംഗിക്കാനൊന്നും പാടില്ല ഇതിനെതിരെ ഒന്നും. അത് ഒരാളുടെ സ്വാതന്ത്ര്യം, അത് ഒരാളുടെ ഇഷ്ടം. അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ആരിടപെടാൻ പാടില്ല എന്നാണ്. അപ്പൊ അവരിങ്ങനെ ആണും വിവാഹം കഴിക്കും, പെണ്ണും വിവാഹം കഴിക്കും. ഇത് സ്വർഗരതിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ചിട്ടൊന്നല്ല പറയുന്നത്, വിവാഹം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യക്തഫിയ റിജാലു ബിർരിജാൽ വന്നിസാഉ ബിന്നിസാ. ഹോമോസെക്ഷുവാലിറ്റി, അതേപോലെ ആണിനെ വിവാഹം കഴിക്കാനുള്ള അനുവാദം രാജ്യം തരണമെന്ന് പറഞ്ഞ് സമരം വിളിച്ച ആളുകളുണ്ട് പല രാജ്യങ്ങളിലും. രാജ്യത്തിന്റെ പേരെനിക്ക് ഓർമ്മ, ഏതൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് തന്നെ ഇങ്ങനെ ഗേ ആണ്, ആണിനെ വിവാഹം കഴിച്ച ആളാണ്. അങ്ങനെ ഇഷ്ടം പോലെ രാജ്യത്തിന്റെ പ്രസിഡന്റ് ഒരു ഗേ ആവുക. അതിനുവേണ്ടി സമരം ചെയ്യുക, പ്ലക്കാർഡുകൾ പിടിച്ച് അത് അനുവദിച്ചു തരണം, ആണും വിവാഹം കഴിക്കുന്നതിന് അനുവദിച്ചു തരണം. ഇന്ത്യ രാജ്യത്തൊക്കെ സമ്മതമുള്ളത് കൊണ്ടല്ലേ ആണും കല്യാണം കഴിക്കുന്നത്. അങ്ങനെ ഒരു കാലം വരും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുട്ടികളുടെ കയ്യിൽ അധികാരം ലഭിക്കുന്ന കാലം, കുട്ടികളുടെ കയ്യിൽ അധികാരം ലഭിക്കുക. വീടിന്റെ ഭരണാധികാരികൾ ആണിനെ ഭരിക്കുന്ന പെണ്ണുണ്ടാവുന്നത്. വീട്ടിൽ ഭർത്താവ് ഉണ്ടായിരിക്കെ ഒരു പെണ്ണ് ഭർത്താവിനെ ഭരിക്കാൻ പാടില്ല. ഭർത്താവിന്റെ അഭാവത്തിൽ വീട് ഭരിക്കേണ്ടത് പെണ്ണാണ്. ഇതും പറയാൻ പാടില്ല, ഇതും വേറെ പറയാൻ പാടില്ല. ആണും പെണ്ണും ഒരുപോലെ ആണെന്ന് എല്ലാവരും അഭിപ്രായം. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പെണ്ണ് ആണിനേക്കാൾ താഴെയാണ് എന്ന് പറയാൻ പാടില്ല. ഇതൊക്കെ കേസ് കൊടുക്കുന്ന കാര്യമാണ്. ഒരു പെണ്ണ് ആണിനേക്കാൾ താഴെയാണെന്ന് പറഞ്ഞ കേസാണ്. ആണും പെണ്ണും ഒരുപോലെ എന്നാ പറയാ, തുല്യമായ. ആണെന്താണ്, ആണിനെന്തൊക്കെ അവകാശമുണ്ട് അതൊക്കെ പെണ്ണിനുണ്ടെന്നാണ്. ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇവിടെ MLA-മാരുടെ, MP-മാരുടെ, പ്രധാനമന്ത്രിമാരുടെ ഒക്കെ കണക്ക് നോക്കുമ്പോൾ പെണ്ണ് എവിടെ ഉണ്ടാവില്ല, അത് വേറെ വിഷയമാണ്. പറയാനേ ഉള്ളൂ, ഡയലോഗ് മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയ പാർട്ടികളായാലും ഇനി ഫെമിനിസ്റ്റുകളായാലും ഏത് ലിബറൽ ചിന്താഗതിക്കാരായാലും വാക്കിൽ പറയാനേ ഉള്ളൂ. പക്ഷെ ഇത് നടപ്പിലാകുന്ന കേസൊന്നുമില്ല. അതങ്ങനെ ഒരു പെണ്ണും ഒരാണൊന്നാവുക, ആണും പെണ്ണും എപ്പോഴും ഒന്നാവോ? ആണിന്റെ ശരീരപ്രകൃതി വേറെയാണ്, പെണ്ണിന്റെ ശരീരപ്രകൃതി വേറെയാണ്. ആണിനുള്ള അതേ ആരോഗ്യം പെണ്ണിനുണ്ടാവില്ല. അത് എന്ത് പറഞ്ഞാലും ഉണ്ടാവില്ല. അത് നിങ്ങൾ ആണും പെണ്ണും ഒന്നാണെന്ന് പറഞ്ഞാലൊന്നും പെണ്ണിനും ആണിനും ഒരേ ആരോഗ്യമല്ല. ഇപ്പം ആണിനുള്ള കഴിവ് പെണ്ണിനുണ്ടാവില്ല, പെണ്ണിനുള്ള കഴിവ് ആണിനുണ്ടാവില്ല. ഒരു ആണിനോട് പ്രസവിക്കാൻ പറഞ്ഞാൽ ആണിന് പ്രസവിക്കാൻ കഴിയില്ല, പെണ്ണിനെ കഴിയുള്ളൂ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പറയാൻ, ആണും പെണ്ണും തമ്മിലുള്ളൊരു വേർതിരിവ് വേണ്ടെന്നാ. ഇതൊക്കെ വേദം പറഞ്ഞാൽ ചിലപ്പോൾ ഇതിനെ ട്രോളുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ പറയുന്നത് സ്ത്രീകൾ പുരുഷന്മാരെ ഭരിക്കുക, സ്വന്തം വീട്ടിൽ സ്ത്രീകൾ പുരുഷന്മാരെ ഭരിക്കുക, അടക്കി ഭരിക്കുക. ആണുങ്ങൾ പെൺകൂസന്മാരാവുക. പെൺകൂസന്ന പിന്നെന്താ പറയേണ്ടത്? പെണ്ണ് പുതിയാപ്പിള ആണ് പറഞ്ഞത് കേട്ട് പെണ്ണ് പറഞ്ഞു കേട്ട് ഇങ്ങനെ ജീവിക്കാണ്. അവിടെ പോകുന്ന പറഞ്ഞാൽ അവിടെ പോ, ഇവിടെ വാന്ന് പറഞ്ഞു ഇവിടെ വാ. അങ്ങനെ പറഞ്ഞ അർത്ഥം ഒരു ഭർത്താവ് പെണ്ണിനെ തീരെ അനുസരിക്കേണ്ടെന്നൊന്നുമല്ല. അനുസരിക്കണം, സ്നേഹിക്കണം, പക്ഷേ അടിമയാവരുത്, പെണ്ണിന്റെ അടിമയാവരുത്. മനസ്സിലായോ? ഭർത്താവ് പെണ്ണിന്റെ അടിമയാവരുത്. ഖൈറുക്കും ലിഅഹ്ലി, നമ്മളിൽ ഏറ്റവും നല്ലവർ ഭാര്യമാരോട് മാന്യമായി പെരുമാറുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മഹതിമാരായ ഭാര്യമാർ പറഞ്ഞ ജീവിതത്തിൽ ഇന്നേ വരെ ചീത്ത പറഞ്ഞിട്ടില്ല, അടിച്ചിട്ടില്ല, കുറ്റം പറഞ്ഞിട്ടില്ല, പേടിപ്പിച്ചിട്ടില്ല. അതിനർത്ഥം നമ്മൾ അവരോട് മാന്യമായിട്ട് പെരുമാറാം. മാന്യമായിട്ട് പെരുമാറുന്ന പറഞ്ഞാൽ അവർ അടിമയാവലല്ല. ചില അടിമകളുണ്ട്, ഭാര്യ പറയുന്നതിനപ്പുറം നീങ്ങൂല. എന്നാൽ ഈ പെണ്ണിനോ സ്വന്തം ഉമ്മ വീട്ടിൽ വന്നിട്ട് എത്ര ദിവസം താമസിച്ചാൽ ഈ പെണ്ണിന് കുഴപ്പമില്ല. എന്നാൽ ഭർത്താവിന്റെ ഉമ്മ വന്നിട്ട് വെക്കുമ്പോൾ പെണ്ണിന് ഇഷ്ടമല്ല. അത് നിങ്ങൾ കാണാറില്ലേ? സ്വന്തം മാതാവ്, പെണ്ണിന്റെ സ്വന്തം മാതാവ് വീട്ടിലേക്ക് വരുമ്പോ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇഷ്ടമാണ്. എന്നാൽ നിങ്ങളുടെ ഉമ്മ വരുമ്പോൾ ഭാര്യയ്ക്ക് സഹിക്കുന്നില്ല. വീട് കെട്ടിച്ചെടുത്ത് നിങ്ങളാണ്, വീടിനെ ചെലവഴിച്ചത് നിങ്ങളാണ്, ഈ വീട്ടിലേക്ക് വരുന്ന നിങ്ങളുടെ ഭാര്യയുടെ ഉമ്മയ്ക്ക് തിന്നാൻ കൊടുക്കുന്നത് നിങ്ങളാണ്. എന്നിട്ട് നിങ്ങളുടെ ഉമ്മ വരുമ്പോൾ പെണ്ണിന് പിടിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഒരു അടിമയായി ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ചെറിയ കുട്ടികൾക്കൊക്കെ അധികാരം ലഭിക്കുന്നത്, പക്വതയെത്താത്ത കുട്ടികളൊക്കെ അധികാരം ഏറ്റെടുത്ത് ഭരിക്കാൻ തുടങ്ങുന്ന ഒരു കാലം. പിന്നെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ തൽഹറൽ മആസിഫ്, മ്യൂസിക്കുകൾ
വെളിവാകുന്ന പ്രകടമാവുന്ന കാലമുണ്ടാവുക. മ്യൂസിക്കുകൾ നിസ്സാരമായിട്ട് കാണാം. എല്ലാ മ്യൂസിക്കും ഹറാമൊന്നുമല്ല. മ്യൂസിക്കുകളിൽ ഹലാലുണ്ട്, ഹറാമുണ്ട്. അപ്പൊ ഏതാണെന്ന് പഠിക്കാൻ ഞങ്ങൾ ഏൽപ്പിച്ചു. എല്ലാ മ്യൂസിക്കുകളെ പച്ചക്ക് ഒറ്റടിക്ക് ഹറാമാക്കാൻ ഞാനില്ല. എന്നാൽ ചിലത് ഹറാമാണ്, ചിലത് അനുവദനീയമാണ്. മ്യൂസിക്കുകൾ വെളിവാവുക, അഥവാ മ്യൂസിക്കുകൾ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ടാവുക. പാട്ട് കേൾക്കാതെ ഉറങ്ങാൻ കഴിയാതിരിക്കുക. ഉറങ്ങണമെങ്കിൽ ചില ആളുകൾക്ക് പാട്ട് കേൾക്കണം, ചില ആളുകൾക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പാട്ട് കേൾക്കണം. അങ്ങനെയുണ്ട്. ടോയ്ലറ്റിൽ പോകണമെങ്കിൽ നല്ല പാട്ടും വെച്ച് ലജ്ജാവതിയും വെച്ചിട്ട് പാട്ടിൽ പോയി അവിടെ പോയാൽ ടോയ്ലറ്റ് പോകാൻ പറ്റും ചില ആളുകൾക്ക്. ചില ആളുകൾക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പാട്ട് കേൾക്കണം, ചില ആൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ, കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ പാട്ട് കേൾക്കണം, ചില ആളുകൾക്ക് വീടടിച്ച് വരുമ്പോൾ പാട്ട് കേൾക്കണം, പത്തിരിച്ചിടുമ്പോൾ പാട്ട് കേൾക്കണം. ഈ ബംഗാളികളെ കാണുന്നില്ല, അവരൊക്കെ ഇവിടെ നിന്ന് ടേപ്പ് ചെയ്യുമ്പോൾ നല്ല പാട്ടും വെച്ചിട്ട് അവർ ചെയ്യാം. ഈ സലൂണിൽ പോയ ബാർബർമാർ, അവർക്ക് പാട്ട് കേൾക്കാതെ പറ്റൂല. അങ്ങനെ മ്യൂസിക്കുകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറാം. മ്യൂസിക്കുകൾ നമ്മുടെ നാട്ടിൽ നിസ്സാരമായി പരിശുദ്ധമായ ഖുർആനൊക്കെ കേൾക്കുന്നതിനു പകരം മ്യൂസിക്കുകളുടെ അടിമകളായി നമ്മൾ മാറുന്നതും ഗാനമേളകളുടെ അടിമകളായി മാറുന്നതൊക്കെ ഇതിന്റെ അടയാളം തന്നെയാണ്. ഗാനമേളകൾ നടത്തുക. പിന്നെ പറഞ്ഞു കിബർ ഉണ്ടാവുന്നത്, അഹങ്കാരികളായി മാറുന്നത്. ആളുകളൊക്കെ അഹങ്കാരികളായി മാറുക, കിബറിന്റെ ആളുകളായി മാറുക. അത് ആരായാലും, ഉസ്താദന്മാരായാലും നേതാക്കന്മാരായാലും ആരായാലും കിബറിന്റെ ആളുകളായി മാറുക. വല്ലാത്ത അഹങ്കാരം, വല്ലാത്ത ധിക്കാരം ഉണ്ടാവുക. ഇതൊക്കെ ലോകാവസാനത്തിന്റെ അടയാളമാണ്. വശുറുബുൽ ഖംർ, അതേപോലെ തന്നെ കള്ളുകുടി വ്യാപകമാവുക. കള്ളു കുടിച്ചിട്ട് രണ്ടാമത്തെ സഫിൽ നിസ്കരിക്കാനുണ്ടാകും, പക്ഷെ കള്ളുടിക്കുക. ആള് വാതിന് വരും, വാതിന് വന്നിട്ട് മുമ്പിലുണ്ടാകും, എന്നാലും അയാൾ കള്ളുടിക്കും. കള്ളു കുടിക്കുന്നത് നമ്മുടെ നാട്ടിൽ വ്യാപകമായാൽ ചെറുപ്പക്കാരൊക്കെ കള്ളിന്റെയും മയക്കുമരുന്നിന്റെയും അഡിക്റ്റ് ആവുന്നത്. ചെറുപ്പക്കാരൊന്ന് ഒരു സർവേ നടത്തി നോക്കിയാൽ കഞ്ചാവ് തൊടാത്ത ആളുകൾ ഉണ്ടാവില്ല, കള്ളും കുടിക്കാത്ത ആളുണ്ടാവില്ല. ചെറുപ്പക്കാർ പെട്ട് പെണ്ണുങ്ങൾ തന്നെ അന്വേഷിച്ചു നോക്കി നിങ്ങൾ. പെൺകുട്ടികളടക്കം കഞ്ചാവും കള്ളും കുടിക്കാൻ തുടങ്ങി. നമ്മുടെ പെൺകുട്ടികൾ കള്ളും കഞ്ചാവ് അടിക്കാൻ തുടങ്ങി. നമ്മുടെ മുസ്ലിം പെൺകുട്ടികളെ പുറത്തെന്തൊക്കെ പോട്ടെ, നമ്മളെ മുസ്ലിം പണ്ടൊക്കെ ആണല്ലേ പറയാ, കല്യാണം ആലോചിക്കുമ്പോൾ കള്ളുടിക്കാത്ത ആൾ കിട്ടിയാൽ മതി എന്നല്ല പറയാ. ഇന്ന് കള്ളുടിക്കാതെ പെണ്ണ് കിട്ടേണ്ടി വരും കുറച്ച് കഴിഞ്ഞാൽ. മുസ്ലിം ഹോസ്റ്റലുകളിൽ നിന്നൊക്കെ പിടിക്കുന്നതല്ലേ കള്ളിന്റെ കുപ്പി, ബ്രാൻഡിന്റെ കുപ്പി, കഞ്ചാവ് പരസ്പരം ഡീൽ ചെയ്യുന്ന പെൺകുട്ടികൾ, ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് ഡീലർഷിപ്പ് ഏറ്റെടുത്തിട്ട് എത്തിച്ചു കൊടുക്കുന്ന പെൺകുട്ടികൾ, കഞ്ചാവ് അടിച്ചിട്ട് കാമുകന്മാരുടെ കൂടെ കറങ്ങുന്നതിനിടയിലെ കാറിൽ വെച്ച് പിടിക്കുക. ഇതൊക്കെ നമ്മുടെ മുസ്ലിം പെൺകുട്ടികളാണ്, നല്ല നല്ല ആചാര്യരുടെ മക്കളാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിബർ, അഹങ്കാരികൾ വർദ്ധിക്കുന്നത്, മ്യൂസിക്കുകൾ വർദ്ധിക്കുന്നത്, കള്ളുകുടിയന്മാർ വർദ്ധിക്കുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു, ഇന്ന മിൻ അലാമിസ്സാഅ, ലോകാവസാനത്തിന്റെ അടയാളമാണ് അയ്യക്സുറ ഔലാദുസ്സിന, വ്യഭിചാരത്തിന്റെ മക്കൾ ഉണ്ടാവുന്നത്. ഭാര്യ ചുമക്കുന്നത് സ്വന്തം മകനാണോ എന്ന് ഭർത്താവിനറിയില്ല. ഭാര്യ ഗർഭിണിയാണ്, സ്വന്തം മോനാണോ സ്വന്തം മോളാണോ, ഇപ്പൊ എനിക്കുള്ള മക്കളൊക്കെ എൻ്റെ തന്നെ ആണോ എന്ന് ആരറിയില്ല, ഭർത്താവ് അറിയില്ല. അങ്ങനെ വ്യഭിചാരത്തിന്റെ മക്കൾ വർദ്ധിക്കുമെന്നാ പറഞ്ഞത്. അവിഹിത ബന്ധങ്ങൾ കൂടും, അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകും. കല്യാണം കഴിഞ്ഞവരും കല്യാണം കഴിയാത്തവരൊക്കെ അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ മഹാനായ സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, മുസ്ലിമീങ്ങളാണോ ഇവർ? ഈ അവിഹിത ബന്ധങ്ങളിലുള്ള കുട്ടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോ ഇവരൊക്കെ മുസ്ലിങ്ങളാണോ എന്ന് ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അതേ, ജനങ്ങളിലേക്കൊരു കാലം വരാനുണ്ട്, പുരുഷന്മാർ പെണ്ണിനെ ത്വലാഖ് ചെല്ലും, ഫതുഖീമു അലാ ത്വലാഖിഹാ, ത്വലാഖ് ചെല്ലും. ദേഷ്യം വരുമ്പോൾ ഞാൻ നിന്നെ ത്വലാഖല്ലി എന്ന് പറയും, എന്നിട്ട് പിന്നെയും അവളുടെ കൂടെ ചെലവഴിക്കും സമയം. ത്വലാഖല്ലിയിട്ട് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ പറഞ്ഞു പോയതാണ്. ത്വലാഖല്ലിയ പെണ്ണ് അന്യായില്ലേ, പെണ്ണുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ലല്ലോ. ത്വലാഖല്ലിയിട്ട് ആരറിയിക്കാതെ പിന്നെ അവർ രണ്ടുപേരും കുടുംബജീവിതം നയിക്കും. ആരറിയിക്കൂല. ത്വലാഖ് ചൊല്ലി അറിഞ്ഞാൽ എന്താവും, പിന്നെ രണ്ടുപേരും അകറ്റി നിർത്തും. പിന്നെ പെണ്ണ് വേറെ ആളെ കല്യാണം കഴിച്ചിട്ട് അയാൾ ത്വലാഖല്ലിയിട്ട് വേണം ഇയാൾക്ക് പെണ്ണും കിട്ടാൻ. ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യും, ആരറിയിക്കില്ല, ത്വലാഖില്ലത് ആ കുഴപ്പമില്ല, കണ്ണും ചിമ്മിട്ട് രണ്ടുപേരും വീണ്ടും ദാമ്പത്യം നയിക്കും. പിന്നെ ഈ ഭാര്യയിൽ നിന്ന് ഇയാൾക്കുണ്ടാകുന്ന കുട്ടിയൊക്കെ ഹറാമാണ്, വ്യഭിചാരത്തിന്റെ കുട്ടികളാണ്. അപ്പൊ അങ്ങനെയും വ്യഭിചാരം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ത്വലാഖ് ചൊല്ലി എന്നിട്ട്
ത്വലാഖ് ചൊല്ലിയത് അവഗണിച്ചു വീണ്ടും അവളുടെ കൂടെ സമയം ചെലവഴിക്കുന്നത്, അവളുടെ കൂടെ ദാമ്പത്യ ജീവിതം നയിക്കുന്നത്, അങ്ങനെ കുട്ടികളുണ്ടായാൽ അത് വ്യഭിചാരത്തിന്റെ കുട്ടികളാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിർത്താൻ, ഇതൊരൊറ്റൊരു ഹദീസാണ്. ഇതിൽ ഏകദേശം ഇന്ന് നടക്കുന്ന പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അധികാരികൾ, പള്ളി, ഇബാദത്ത്, കുട്ടികൾ, മ്യൂസിക്കുകൾ, ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വളരെ ഒരു രസമായ ഒരു ഹദീസിലൂടെ അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇത്തരം അടയാളങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. ഇപ്പൊ മ്യൂസിക് ഹറാമേത് ഹലാലേത് എന്നറിയില്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക, ഒന്നും ഉപയോഗിക്കാതിരിക്കുക. അല്ലെങ്കിൽ പഠിക്കുക, ഏതാണ് ഹലാൽ ഏതാണ് ഹറാം എന്ന് പഠിക്കുക. അതേപോലെ കുട്ടികളൊക്കെ വാശിക്കാരായ കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവരെ അതിനനുസരിച്ചിട്ട് അവരുടെ വാശി മാറ്റാൻ ശ്രമിക്കുക. പള്ളികളൊക്കെ നാട്ടിൽ അനാവശ്യമായിട്ടുള്ള അലങ്കാരങ്ങളൊന്നും വേണ്ട. പള്ളി കെട്ടണം, നല്ല വൃത്തിയും കാണാൻ ഭംഗിയൊക്കെ വേണം, വേണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ ഓവറാവുന്നത് മോശമാണ്. പിന്നെ നാട്ടിലൊക്കെ തഖ്വയുള്ള ആളുകളെ നേതാക്കന്മാരാക്കുക. നോട്ട് കെട്ട് കണ്ടിട്ടോ പൈസയുടെ വലിപ്പം കണ്ടിട്ടോ ഒന്നുമല്ല, തഖ്വ മാനദണ്ഡമാക്കി ആളുകളെ നേതാവാക്കുക. രാഷ്ട്രീയ പാർട്ടി ആയാൽ ഇപ്പം ഞാൻ പറയട്ടെ, പാർലമെന്റിലേക്ക് പോവാൻ, പാർലമെന്റ് ഇലക്ഷൻ നടക്കുമ്പോൾ നമ്മളിത് നമ്മുടെ പാർട്ടിക്കാരൻ തന്നെ ജയിക്കണം എന്ന് വാശി പിടിക്കാൻ പാടില്ല. പാർലമെന്റിൽ പോയിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളെ അയക്കണം. നമ്മൾ പാർലമെന്റിൽ പോയിട്ട് മലയാളം അറിയില്ല, ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, അങ്ങനെ ഒരാളെ പാർലമെന്റിലേക്ക് അയച്ചിട്ട് എന്താ കാര്യം? നമ്മുടെ പാർട്ടിക്കാരായിരിക്കും, പക്ഷെ അയാൾക്ക് മലയാളം ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, അവിടെ പോയിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല. പിന്നെ ഇയാൾ ഒരു വർഷം, എത്ര വർഷം കാലാവധി, ആ കാലാവധി തീരുന്നവർ 5 വർഷമാണ്. അവിടെ ആ കാലാവധി തീരുന്നവരെ പാർലമെന്റിൽ ഇങ്ങനെ ഈച്ചനെ അടിക്കാന്നല്ലാതെ എന്തെങ്കിലും ഉപകാരം അയാൾ കൊണ്ടുണ്ടാവും? പ്രത്യേകിച്ച് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ മൃഗീയ ഭൂരിപക്ഷം BJPയുടെ കയ്യിലുണ്ടാകുമ്പോൾ ശബ്ദിക്കാൻ കെൽപ്പരായ നല്ല കഴിവുള്ള ഒരുപാട് ആളുകൾ തോറ്റുപോയിട്ടുണ്ട് കഴിഞ്ഞ ഇലക്ഷനിൽ. നല്ല കഴിവുള്ള ആളുകൾ, അത് ഏത് പാർട്ടിക്കാരായിക്കോട്ടെ, അവരൊക്കെ തോറ്റുപോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോ സാഹചര്യത്തിൽ നേതാക്കന്മാരായി തിരഞ്ഞെടുക്കുമ്പോൾ അതിനർഹരായ ആളുകളെ നേതാക്കന്മാരായിട്ട് തിരഞ്ഞെടുക്കുക. ഇപ്പം നമ്മുടെ നാട്ടിൽ നിയമസഭ വരുമ്പോൾ അതിന് അർഹരായ ആളുകൾ തിരഞ്ഞെടുക്കണം. പള്ളി കമ്മിറ്റി വരുമ്പോൾ അതിനർഹരായ ആളുകൾ, മദ്രസയുടെ കമ്മിറ്റി വരുമ്പോൾ അതിനർഹരായ ആളുകൾ, പഞ്ചായത്തിൻ്റെ നേതാക്കന്മാർ, വില്ലേജ്, മണ്ഡലങ്ങൾ, അങ്ങനെ ഓരോ മേഖലകൾ ഓരോ നേതൃത്വം ഉണ്ടാവും. അതിനൊക്കെ അർഹരായ ആളുകൾ നമ്മൾ തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ യോഗ്യത എന്തായിരിക്കണം? ദീനായിരിക്കണം. ദീനും തഖ്വയും കഴിവായിരിക്കും. പള്ളി അതുമായി ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിൽ ദീനും തഖ്വയൊക്കെ ആയിരിക്കണം. പിന്നെ രാഷ്ട്രീയത്തിലും ദീനുണ്ടായിട്ടൊരു കാര്യമൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ നല്ല കഴിവുണ്ടാവണം, ദീനുണ്ടാവണം വേണ്ടെന്നില്ല, പക്ഷെ നല്ല കഴിവാണ് അവിടെ പ്രധാനം. പണ്ട് നാട്ടിലുള്ള ഏതെങ്കിലും പള്ളിയിൽ ഇങ്ങനെ നിസ്കരിച്ചിരിക്കുന്ന ഒരാളെ പോയിട്ട് MLA ആക്കി ആൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അയാൾ നിയമസഭയിൽ നിസ്കരിക്കുന്നല്ലാതെ അയാൾക്ക് സംസാരിക്കാൻ കഴിയുമോ? അയാൾക്ക് എന്തെങ്കിലും വാദിക്കാം? എന്തെങ്കിലും അറിയോ? രാഷ്ട്രത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ ഓരോ അവസരത്തിനനുസരിച്ചിട്ടുള്ള നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇതൊക്കെയാണ് ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇതൊരു ഹദീസാണ്, ഈ ഒരു ഹദീസിലൂടെ ഇതൊക്കെയാണ് പഠിപ്പിച്ചത്. ഇനിയും ഒരുപാട് അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ വിഷയങ്ങൾ എന്തായാലും ലോകാവസാനം ഇപ്പം എന്ന് വന്നോട്ട്, ഇന്ന നാളെ എപ്പോൾ വന്നാലും കുഴപ്പമില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്ന് വന്നാലും ഞാൻ റെഡിയാണ്. ലോകാവസാനം എന്ന് വന്നാലും ഞാൻ റെഡിയാണ്. ഖിയാമത്ത് നാൾ എന്നാണ്? നാളെയാണ്. നീ റെഡിയാണോ? ഞാൻ റെഡിയാണ്. ഈ രീതിയിൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതെ, നമ്മുടെ തഖ്വയും ഖുശൂഉം നഷ്ടപ്പെടാതെ, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദിക്റിലൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക. സർവ മേഖലകളിലും ഓരോ ദിക്റുകൾ നമ്മൾ പതിവാക്കുക. നന്നായിട്ട് ഖുർആൻ ഓതുക, സുന്നത്ത് മുറുകെ പിടിക്കുക. ഖുർആൻ ഓതുക, സുന്നത്ത് മുറുകെ പിടിക്കുക, ദിക്റുകൾ ചൊല്ലുക. ഇതാണ് ഒരു മുഅ്മിൻ ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ ഒരു സാഹചര്യത്തിൽ, ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു മുസ്ലിം ചെയ്യേണ്ടത് നന്നായി ഖുർആൻ ഓതുക. ഒരു ജുസ് എങ്കിലും മിനിമം ഒരു ദിവസം കുറയാതെ ഓതുക. സുന്നത്തുകൾ മുറുകെ പിടിക്കുക. പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചെല്ലേണ്ട ദിക്റുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ മറക്കാതെ ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.